بسم الله الرحمن الرحيم إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم. سورة فصلت. إن الذين قالوا ربنا الله ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് ജീവിതത്തിൽ ആശയം കൊണ്ടും മനസ്സുകൊണ്ടും കർമ്മം കൊണ്ടും വിളിച്ചു പറഞ്ഞവർ, ثم استقاموا എന്നിട്ട് നേർവഴിയിൽ കടന്നു പോവുകയും ചെയ്തവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, ഖദ് ഖാലന്നാസ്, ഒരുപാട് ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വക്താക്കളായി പറഞ്ഞു പോയിട്ടുണ്ട്. ثم كفر أكثرهم, പക്ഷേ ഒരുപാട് ആളുകൾ മരിച്ചു പോകുമ്പോൾ ആ ആശയത്തിലല്ലായിരുന്നു. അതുകൊണ്ട് ഫമൻ മാത അലൈഹാ ഫഹുവ മിമ്മൻ ഇസ്തഖാം, ആരാണോ ആ ആശയത്തിൽ നേർവഴിയിൽ മരിക്കുന്നവരെ ജീവിക്കുന്നത്, അവസാന സെക്കൻഡ് വരെ നേർവഴിയിൽ കഴിയുന്നവരാരോ അവരെ പറ്റിയാണ് സുമ്മസ്തഖാമു. റമളാൻ വരുമ്പോൾ ഒരു നല്ല ജീവിതം, അത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് അങ്ങനെയല്ല, മരിക്കുന്നവരെ നല്ലവരായിട്ട് ജീവിക്കുക, ആ നന്മയിലായിട്ട് മരിക്കാൻ പറ്റുക, അതൊരു വലിയ സൗഭാഗ്യമല്ലേ. അങ്ങനത്തെ ആളുകൾ തതനസ്സലു അലൈഹിമുൽ മലായിക, അല്ലാഹുവിന്റെ മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരും ഒരിടത്തേക്ക്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരും. തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ പേടിക്കരുത്, സങ്കടപ്പെടരുത്. പേടിക്കുക എന്ന് പറഞ്ഞാൽ വരാനുള്ളത് എന്താണെന്നായി പേടി. സങ്കടത്തിനെ കുറിച്ചാ, വരുന്നതിനെ കുറിച്ചാണോ? കഴിഞ്ഞതിനെ കുറിച്ചാണ് സങ്കടം. കഴിഞ്ഞതിനെ കുറിച്ച് സങ്കടം വേണ്ട, വരുന്നതിനെ കുറിച്ച് നിങ്ങൾ പേടിക്കും വേണ്ട, നിങ്ങൾ സമാധാനിച്ചിരുന്നോളി. സങ്കടവും പേടിയും അതാ. സങ്കടം എന്ന് പറഞ്ഞത് കഴിഞ്ഞ കാലത്തെ കുറിച്ചാ വരിക. പേടി എന്ന് പറഞ്ഞ റബ്ബിന്റെ കുട്ടിനെ കല്യാണം ആവുമ്പോഴേക്ക് എന്താവും, അതാ പേടി. വരാൻ പോടിനെ കുറിച്ച് നിങ്ങൾ അതൊന്നും ചിന്തിക്കണ്ട. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ, സത്യവിശ്വാസികളുടെ കാര്യങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണല്ലോ. അല്ലാഹു ഏറ്റെടുത്ത പിന്നെ എന്തിനെ പേടിക്കേണ്ടത്? നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ വലകും ഫീഹാ മാ തശ്തഹി അൻഫുസുകും വലകും ഫീഹാ മാ തദ്ദഊൻ നുസുലൻ മിൻ ഗഫൂരിർ റഹീം. സജ്ജനങ്ങളുടെ മരണം അല്ലാഹു വിവരിക്കാൻ, നല്ല നിലക്ക് ജീവിച്ചു, അല്ലാഹു പറഞ്ഞ പോലെ ജീവിച്ചു, നല്ല സൽസ്വഭാവിയായി ജീവിച്ചു. മരിക്കുന്ന നേരത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ അങ്ങോട്ട് ഇറങ്ങി വരും. അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ പേടിക്കേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല, സങ്കടപ്പെടേണ്ടതില്ല. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതി കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് അല്ലാഹു സ്വർഗം തരുമെന്ന് പറഞ്ഞില്ലേ, ആ സ്വർഗം നിങ്ങൾക്ക് അല്ലാഹു നൽകാൻ പോകുന്നു, സന്തോഷിച്ചോളൂ. അല്ലാഹു അങ്ങനെയൊക്കെ കേട്ട് മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകട്ടെ. മഹാനായ ഇമ്രാൻ ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളിൽ അല്ലാഹുവിന്റെ മലക്കുകൾ വന്ന് സലാം പറഞ്ഞ് ആ സലാമിന് മറുപടി പറഞ്ഞ് മുസാഫാത്ത് ചെയ്തിരുന്ന മഹാനാണ് ഹബീബിന്റെ സ്വഹാബികളിൽ. മഹാനായ ഹസനുൽ ബസ്രി തങ്ങളും അല്ലാമ ഇബ്നു സിരീൻ തങ്ങളും ഒരുമിച്ച് പറയും, രണ്ടുപേരും പറയും, വല്ലാഹി മാ ദഖലൽ ഇറാഖ
ഖൈറു സുഹാബിയിൻ മിൻ ഇംറാൻ ഇബ്നുൽ ഹുസൈൻ. ഇംറാൻ ഇബ്നുൽ ഹുസൈൻ എന്ന സുഹാബിയെക്കാളും ഖൈറായ ഒരു മഹാൻ ഇറാഖിലേക്ക് കടന്നു വന്നിട്ടില്ല. ഇറാഖിലേക്ക് പോയ ഒരുപാട് സുഹാബി, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഇറാഖിൽ പോയ സുഹാബിയാണ്. മുആദ് ഇബ്നു ജബൽ എന്നവർ, ഒരുപാട് മഹാന്മാർ, സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, ഒരുപാട് ഇറാഖിലേക്ക് പോയ ഒരുപാട് സ്വഹാബികൾ. എന്നാലും മഹാനായ ഇംറാൻ ഇബ്നുൽ ഹുസൈൻ എന്നവരെ പോലെ ഖൈറായവർ കടന്നു വന്നിട്ടില്ല. എന്തേ കാരണം എന്നറിയോ? വലിയ രോഗമായിരുന്നു, വലിയ അസുഖത്തിലാണ്, ചികിത്സ കിട്ടാണ്ട്, മരുന്ന് ഫലിക്കാണ്ട് ആ മഹാൻ പിന്നെ പറഞ്ഞു, അല്ലാഹുവേ എനിക്ക് രോഗം തന്നെ മതിയെന്ന്. 30 കൊല്ലം കിടപ്പിൽ കിടന്ന മഹാനാണ്, കിടന്ന കിടപ്പിൽ. എന്നിട്ടും ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തു. 30 കൊല്ലം ബെഡിലായിരുന്നു. എല്ലാവരും പോയാൽ, വീട്ടുകാരൊക്കെ ഉറങ്ങിക്കഴിഞ്ഞാൽ റൂമിലേക്ക് മലക്കുകൾ ഇങ്ങനെ വരുന്ന, അവരോട് സലാം പറയും, യാ ഇമ്രാൻ, സുഖം തന്നെയല്ലേ? മലക്കുകളുടെ തസ്ലീം, സലാം പറയുന്നത് ജീവിതത്തിൽ അനുഭവിച്ച സുഹാബിയാണ് ഇമ്രാൻ ഇബ്നുൽ ഹുസൈൻ എന്നവരെ. അവസാന രോഗം കണ്ട് കൂടിയപ്പോ അള്ളാഹിനോട് പറഞ്ഞു പോയി, റബ്ബേ ഒന്ന് ഷിഫയാക്കിത്താ. അതിൽ പിന്നെ എണീറ്റ് നടക്കാൻ തുടങ്ങി. ആ പറഞ്ഞപ്പോഴേക്കും അള്ളാഹു ഷിഫയാക്കി കൊടുത്തു. പക്ഷേ പിന്നെ മലക്കുകളെ കാണില്ല. ഇനി പിന്നെ രണ്ടാമത് വരുന്നതാ, അള്ളാഹുവേ എനിക്ക് ആ രോഗം തന്നെ മതി, മലക്കുകളൊന്നും കാണില്ലല്ലോ. മലക്കുകളെ കണ്ട് കിടന്നൂടെ രോഗിയാണെങ്കിൽ? എന്താ, നമ്മൾ ആശുപത്രി കിടക്കകളിൽ കിടക്കുന്ന എത്രയോ സജ്ജനങ്ങൾ, ഉമ്മമാര്, മഹതിമാര്, മഹാന്മാർ നമ്മൾ അറിയുന്നുണ്ടോ? ഒരുപക്ഷെ അവര് അള്ളാഹുവിന്റെ മലക്കുകളുടെ സാമീപ്യം അറിയുന്നുണ്ടാവാം. നമ്മൾ പറയാം ഒരു അബോധാവസ്ഥയിൽ കിടക്കുകയാണ്. അള്ളാഹുവിന്റെ മലക്കുകളുടെ സാമീപ്യം അവർക്ക് അറിയാൻ പറ്റും. ഇംറാൻ ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ മലക്കുകളുടെ തസ്ലീം അനുഭവിക്കാൻ വേണ്ടി, അള്ളാഹുവേ എനിക്ക് എന്റെ രോഗം തിരിച്ചുതാ എന്ന് പ്രാർത്ഥിച്ച സ്വഹാബിയാണത് ഇംറാൻ ഇബ്നുൽ ഹുസൈൻ. ഹുസൈൻ അല്ല, സ്വാദാണ്. ഇംറാൻ ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു. തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ പേടിക്കരുത്, സങ്കടപ്പെടരുത്. وأبشروا بالجنة التي كنتم توعدون. അല്ലാഹു പറഞ്ഞില്ലേ സ്വർഗം തരുമെന്ന്, സ്വർഗം കിട്ടും കേട്ടോ, നിങ്ങൾ പേടിക്കണ്ട എന്ന് മലക്കുകൾ സന്തോഷം പറഞ്ഞു കൊടുക്കും മുഅ്മിനീങ്ങൾക്ക്. അങ്ങനെയാണ് മരണമെങ്കിൽ എന്തിനെ പേടിക്കണത്? അങ്ങനെയാണൊരു മരണം. അങ്ങനെ ഒരു സംഭവം ദുനിയാവിൽ വേറെ എവിടെ കിട്ടുക? മരിക്കുന്ന നേരത്തല്ലാതെ ഇങ്ങനെ സന്തോഷം പറഞ്ഞ് കൈപിടിച്ച് കൊണ്ടുപോകുന്നൊരു അനുഭവം അള്ളാഹു സജ്ജനങ്ങൾക്ക് നൽകുന്ന ഈ അനുഭവം അള്ളാഹു നമുക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ സജ്ജനങ്ങളായതുകൊണ്ടല്ല, അവരെ സ്നേഹിക്കുന്നതിൻ്റെ പേര്. ഇമാം ഷാഫിഈ തങ്ങൾ പാടുക, നമ്മുടെ മദ്ഹബിന്റെ ഇമാം. وأكره من بضاعته المعاصي وإن كنا سواء في البضاعة. എനിക്ക് നല്ലവരെ ഇഷ്ടമാണ്, ഞാനൊരു നല്ല ആളാണ് അല്ലെങ്കിൽ തന്നെയും എനിക്ക് നല്ലവരെ ഇഷ്ടമാണ്. وأكره من بضاعته المعاصي, തെറ്റ് ചെയ്ത് നടക്കുന്നവരെ എനിക്ക് ഇഷ്ടമല്ല. ഞാനും അവരും ഒരുപോലെ ആണെങ്കിൽ തന്നെയും തെറ്റിന്റെ വിഷയത്തിൽ ഞാനും തെറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്ക് തെറ്റ് ചെയ്യുന്നവരെ ഇഷ്ടമല്ല. ഞാൻ സ്വാലിഹീങ്ങളെ സ്നേഹിക്കുന്നു, ഞാൻ സ്വാലിഹായതിന്റെ പേരിലൊന്നും. എന്തിനെന്നറിയോ? അല്ലാഹുവിന്റെ ശഫാഅത്ത് കിട്ടാൻ വേണ്ടി ആലിമീങ്ങളെ കൊണ്ട് ശഫാഅത്ത് ഉണ്ടാവും. അതുകൊണ്ട് ആലിമീങ്ങളുമായിട്ടൊക്കെ ബന്ധങ്ങൾ സ്ഥാപിക്കണം. ഒന്നുമല്ല, നമ്മളെ മമ്മൂട്ടിയല്ലേ, ഓരോടോ സ്വർഗത്തേക്ക് വാ, അള്ളാഹിന്റെ മുമ്പിൽ വിളിച്ചാൽ പോരെ. ധാര നമുക്ക് കഞ്ഞുകൊണ്ടെന്നിരുന്ന ആളല്ലേ, മാഷാ അല്ലാഹ്. ധാര നമ്മുടെ കൂടെ യാത്ര ചെയ്തിരുന്ന ആളല്ലേ, നമ്മുടെ അടുത്ത് പഠിച്ച മുതഅല്ലിമല്ലേ. ഒരു ഉസ്താദ് ഒരു ശിഷ്യനെ, ഒരു സാധാരണക്കാരൻ അവരുടെ സുഹൃത്തിനെ, ഒരു ആലിം ഒരു പാമരനെ, അവരൊക്കെ നാളെ ശഫാഅത്തില്ലേ. നമുക്ക് ആകെ ഈ ദുനിയാവിൽ കിട്ടുന്ന വലിയ സമ്പാദ്യം പൈസയല്ല, നല്ല മനുഷ്യന്മാരെ പരിചയപ്പെടാൻ പറ്റിയാൽ മുറുക്കി പിടിച്ചോളേ. അതാണ് സമ്പാദ്യം. പൈസ വരുമ്പോൾ ഇനി ഉണ്ടായിട്ട് എന്താ കാര്യം? അള്ളാഹുവിൻ്റെ ഖളാ അല്ലേ നടക്കൂ. ഏത് പൈസ ഉണ്ടായിട്ടെന്താ? അള്ളാഹ് ശിഫ വിധിച്ചാലേ ഏത് അസുഖത്തിനും ശിഫയുള്ളൂ അല്ലേ? അള്ളാഹു ശിഫ വിധിക്കാതെ കോടി കൊണ്ടേ ചെലവഴിച്ചിട്ട് എന്താ കാര്യം? ഡോക്ടർമാർ പറയും മരുന്ന് പ്രതികരിക്കണില്ല, നേരത്തെ അള്ളാഹിൻ്റെ ഖളാ ഇവിടെ ഉണ്ടായിട്ടില്ല നേരർത്ഥം. ഏറ്റവും നല്ല സമ്പാദ്യം നല്ല സുഹൃത്തുക്കളാണ്.
മഹാന്മാരായ പണ്ഡിതന്മാർ, മുൻഗാമികളും മുതഅഖിരീങ്ങളുമായവർ പറയാറുണ്ട്, ഒരു മനുഷ്യന്റെ നന്മക്കനുസരിച്ചാണ് ഒരു മനുഷ്യനെ ഓർക്കപ്പെടുന്നത്. നമ്മളിപ്പോൾ ഇമാം നവവി തങ്ങൾ ഓർക്കുന്നു, ഇമാം ഷാഫി തങ്ങൾ ഓർക്കുന്നു, ഇമാം ബുഖാരി തങ്ങളെ പറ്റി പറയുന്നു, ഇമാം മുസ്ലിം തങ്ങളെ പറ്റി ഇമാം മഹാനായ മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ കുറിച്ച് പറയുന്നു, സ്വഹാബികളെ കുറിച്ച് പറയുന്നു, അംബിയാഇനെ കുറിച്ച് പറയുന്നു. എന്താ കാരണം എന്നറിയോ? എത്ര കണ്ട് നന്മകൾ കൂടുതലാണോ അത്ര കണ്ട് പിൻഗാമികൾ അവർ ഓർത്തുകൊണ്ടിരിക്കുന്ന. ചിലരൊക്കെ ഉമ്മിമാപ്പൊക്കെ മരിച്ചാൽ ഒരു കൊല്ലം ആദ്യത്തെ ആണ്ട്, രണ്ടാമത്തെ ആണ്ട്, മൂന്നാമത്തെ ആണ്ടിന് ഇപ്പം ഇക്കാക്ക ഇവിടെ ഇല്ലല്ലോ, ഇപ്പം കൊല്ലം വേണ്ട, ഇപ്പം നാലാമത്തത് കഴിഞ്ഞൊല്ലം ചെയ്തിട്ടില്ലല്ലോ, കൊല്ലം വേണ്ട, അവിടെ തീർന്നു. ഇതങ്ങനെയല്ല, ഓരോ കൊല്ലം വരുമ്പോഴും റബ്ബേ നമുക്ക് ഓർക്കണ്ടേ, നല്ലൊരു മനുഷ്യനായിരുന്നില്ലേ നമ്മുടെ വാപ്പ, നമ്മുടെ വല്യാപ്പാനെ മറക്കാൻ പറ്റുമോ, നമ്മുടെ ഗുരുനാഥനെ, ഉസ്താദിനെ, നമ്മുടെ ഖാദിയാരെ, നമ്മുടെ ഖത്തീബ് ഉസ്താദിനെ, നമ്മുടെ മുദരിസിനെ, നമുക്ക് ഖുർആൻ പഠിപ്പിച്ചെന്ന ആളെ കാലങ്ങൾ ഓർക്കുന്നുവെങ്കിൽ അതിനർത്ഥം ആ എത്ര നാളുകൾ കൂടുതൽ വരുന്നോ അത്രയും അവർ നന്മ വർദ്ധിച്ചവരായിരുന്നു എന്നതിൻ്റെ അടയാളമാണ്. സുബ്ഹാനല്ലാഹ്. ചില ആൾക്കാരൊന്നും ലോകം മറക്കൂല, ചില ആളുകൾ പെട്ടെന്ന് മറക്കപ്പെട്ടു പോവാണ്. യാ അല്ലാഹ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഓതിയിട്ട് നബി തങ്ങൾ പറഞ്ഞു തരുന്നൊരു വിഷയമുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫസ്തഖീമൂ ഇലൈഹി വസ്തഗ്ഫിറൂഹു വവൈലുൽ ലിൽ മുശ്രികീൻ. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങും സത്യവിശ്വാസികളായ മുഴുവൻ ആളുകളും അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പോകുന്നവരാണ്. അതുകൊണ്ട് ആ യാത്രക്ക് വേണ്ടി നേർവഴിയിലൂടെ നിങ്ങൾ കടന്നു വരണം, പിഴച്ച വഴികളിലേക്ക് പോവല്ലേ. നിങ്ങൾ ഇസ്തിഖാമത്ത് നിലനിർത്തണം എന്ന് പരിശുദ്ധ നബിയോട് അള്ളാഹുവിന്റെ ആജ്ഞ നമ്മളോട് പറയണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ താടിയിലും തലയിലുമായിട്ട് ഏകദേശം 20 മുടിയെ നരച്ചിരുന്നുള്ളൂ നബി തങ്ങളുടെ താടിയിലും തലയിലുമായിട്ട്. അന്ന് നര വരാൻ മിനിമം 80 വയസ്സെടുക്കുന്ന അന്നത്തെ കാലം അങ്ങനെയാണ്. റസൂലുള്ളാഹി തങ്ങൾക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് എത്തിയ ഉടനെ തന്നെ നിബിധങ്ങളിൽ നര കണ്ടിട്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബിനെ കണ്ട് ചോദിച്ചുവല്ലോ, യാ റസൂലല്ലാഹ് മല്ലദീ ശയ്യബക അജില ഇലൈക ശൈബു യാ റസൂലല്ലാഹ്, നബിയെ അങ്ങയിലേക്ക് നര പെട്ടെന്ന് വന്നുവല്ലോ. നൂഹ് നബിന്റെ കാലത്തും നരനല്ല എന്നാണ്, 100 കണക്കിന് കൊല്ലം ജീവിച്ചിട്ടും നരച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അജില ഇലൈക ശൈബു യാ റസൂലല്ലാഹ്, നബിയെ പെട്ടെന്ന് നരബാധിച്ചുവല്ലോ എന്ന് സിദ്ദീഖ് എന്നവർ ചോദിക്കുമ്പോ സിദ്ദീഖ് തങ്ങൾക്ക് നരബാധിച്ചിട്ടില്ല, റസൂലുള്ളാഹി തങ്ങൾക്ക്. രണ്ടുപേരും 2 വയസ്സിന്റെ വ്യത്യാസമുള്ളൂ. അജില ഇലൈക പെട്ടെന്നായല്ലോ നബിയെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ശയ്യബതിനി ഹൂദുൻ വൽ വാഖിഅ വൽ മുർസലാത്തു വഅമ്മ യതസാഅലൂന വത്തക്വീർ. ഇദ ശംസു കുവ്വിറത് ആ സൂറയും അമ്മ യതസാഅലൂന എന്ന സൂറത്തും വൽ മുർസലാത്ത് എന്ന സൂറത്തും ഇദാ വഖഅത്തിൽ വാഖിഅ സൂറത്തു ഹൂദ്, ഇതുപോലെയുള്ള സൂറകൾ, ആ സൂറകളുടെ ആശയം കൊണ്ടാണ് എൻ്റെ തല നരച്ചുപോയതെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില റിവായത്തുകളിൽ ശയ്യബതിനി ഹൂദുൻ, സൂറത്തു ഹൂദാണ് എനിക്ക് നര വരാൻ കാരണം. സൂറത്തു ഹൂദ് 100-ലേറെ ആയത്തുകൾ വരുന്ന സൂറയല്ലേ. മഹാനായ ഇമാം അബൂ നസ്ർ അബ്ദുർറഹീമുൽ ഖുശൈരി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ പറയുന്നുണ്ട്, ഒരാൾ അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നത്തിൽ കണ്ടു. റഅ അഹദുസ് സ്വാലിഹീന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അബ്ദുർറഹീമുൽ ഖുശൈരി റഹ്മത്തുള്ളാഹി അലൈഹി പറ, ഒരാൾ ഹബീബിനെ സ്വപ്നം കണ്ടു. മഹാന്മാർ പറയാ അത് അവരെ കുറിച്ചാണ് ഈ പറയണത് എന്നാണ്. ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ ഒരു വലിയ സംഭവമായിട്ട് തോന്നൂലേ, ഒരാൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരെ മനസ്സിലാക്കിയ ശിഷ്യന്മാർ പറയാ അതാ മഹാൻ, അവരെ കുറിച്ച് തന്നെയാണ് പറയണത്. സംഭവം അവരെന്നെയാ കണ്ടത് നബി തങ്ങളെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു സ്വപ്നത്തിൽ കണ്ടപ്പോ, യാ റസൂലല്ലാഹി മല്ലദീ ശയ്യബക മിൻ സൂറത്തി ഹൂദിൻ വഹിയ സൂറത്തുൻ തസീദു ആയാതുഹാ അലാ 100 ആയ.
100-ലേറെ ആയത്തുകളുള്ള സൂറത്ത് ഹൂദിൽ ഏതു ഭാഗമാണ് നബിയെ അങ്ങേക്ക് നരവരാൻ കാരണമായത് എന്ന് ചോദിച്ചപ്പോ ഫഖാലൻ നബിയു, അല്ലാഹുവിന്റെ റസൂൽ മറുപടി കൊടുത്തത്രേ, ഫസ്തഖിം കമാ ഉമിർത വമൻ താബ മഅക് വലാ തത്ഗൗ ഇന്നഹു ബിമാ തഅമലൂന ബസീർ. സൂറത്ത് ഹൂദിലെ 112-ാമത്തെ ആയത്ത്. ഈ ആയത്താണ് ഇങ്ങനൊരു മറുപടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഇബ്നു അബ്ബാസ് എന്നൊരു കൊടുത്തിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് എന്ന് ചോദിച്ചു, നബിയെ ഏതായത്ത് കൊണ്ട് അങ്ങേക്ക് നിര വന്നത്? ഫസ്തഖിം കമാ ഉമിർത. എന്താ അതിന്റെ ആശയം? നമുക്ക് ആലോചിച്ചാൽ ഇപ്പൊ അങ്ങനെ ഒരു പേടിയൊക്കെ വന്നു വന്നേക്കാം. നരബാധിക്കുമാർ നമ്മൾ പേടിക്കുന്നുണ്ടോ? നിമിഷ നേരം കൊണ്ട് മനുഷ്യന്റെ ശരീരത്തിൽ മാറ്റം വരുന്നൊരവസ്ഥയല്ലേ അത്? ഫസ്തഖിം കമാ ഉമിർത, നബിയെ നിങ്ങളും വമൻ താബ മഅക്, അങ്ങയുടെ കൂടെയുള്ള സത്യവിശ്വാസികളും ഞാൻ പറഞ്ഞതുപോലെ നേരായ വഴിയിൽ നിൽക്കണം കേട്ടോ. ആ വാക്കുകൊണ്ടാണ് എനിക്ക് പേടി വന്നത്. ഞാൻ പറഞ്ഞ പോലെ കമാ ഉമിർത് ഫസ്തഖിം, ഒരു അണു അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ നേർവഴിക്ക് തന്നെ വേണം നബിയെ, നേർവഴിക്ക് തന്നെ. ഹബീബായ നബി തങ്ങൾ അല്ലാഹുവിന്റെ മഅസൂമായ നബിയാണ്. ഹബീബിൽ നിന്ന് തെറ്റുകൾ സംഭവിക്കുകയില്ല. അല്ലാഹുവിന്റെ ഉത്ബോധനം നമ്മളോടാണ് മുഅ്മിനെ. ഹബീബിന്റെ സ്വഹാബിമാരോട്, ലോകത്ത് വരുന്ന സർവ്വ മനുഷ്യരോടും അല്ലാഹുവിന്റെ റസൂലിന് ഇസ്തിഖാമത്ത് അല്ലാഹു കൊടുത്തിട്ടുണ്ടല്ലോ. ഫസ്തഖിം കമാ ഉമിർത, ഞാൻ പറയുന്ന പോലെ അങ്ങയോട് എങ്ങനെയാണോ കൽപ്പിക്കപ്പെട്ടത് അതുപോലെ നേർവഴിയിൽ നിൽക്കണമേ എന്ന അല്ലാഹുവിന്റെ ആജ്ഞയാണ് എനിക്ക് തലനരബാധിക്കാൻ കാരണമായതെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോഴും നേർവഴിയിൽ പോവാൻ അത് അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. എപ്പോഴെങ്കിലൊക്കെ ഉണ്ട്, പിന്നല്ല, അങ്ങനെയല്ല. എപ്പോഴും ഒരു മുഅ്മിനായ മനുഷ്യന്റെ കറാമത്ത് അതാണ്, നേർവഴിയിൽ ജീവിക്കുക. അത് സാധാരണക്കാരൻ്റെയും ആലിമിൻ്റെയും കറാമത്ത് അതാണ്. നമ്മൾ കാണാറില്ലേ, ചില മയ്യത്തൊന്നും കേടുവരാണ്ട് കണ്ടു എന്നൊക്കെ പറഞ്ഞൊക്കെ ലോകത്തുള്ള സംഭവങ്ങളാണ്. സാധാരണക്കാരായിരിക്കും ഇപ്പം മരിച്ചിട്ടുണ്ടാവുക, വലിയ ആലിമൊന്നും ആയിക്കോളുന്നില്ല. എന്തേ? അവരൊക്കെ അള്ളാന്റെ ഔലിയാക്കന്മാർ. അവർ കറാമത്ത് കാണിച്ചോ? അവരുടെ ജീവിതം കറാമത്തായിരുന്നു. അതാണ് നേർവഴിയിൽ ജീവിക്കുക, ധന്യ കറാമത്ത്. ബാക്കി അത്ഭുതങ്ങൾ സംഭവിച്ചാൽ മഹാന്മാർ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. നിങ്ങൾ അല്ലാഹുവിനോട് കറാമത്ത് തരണേ എന്നല്ല ചോദിക്കേണ്ടത്, അത് തസ്കിയത്തുൻ നഫ്സാണ്. നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഖാമത്തിനെ ചോദിക്കണം. പടച്ചവനെ, നേർവഴിയിലായി സജ്ജനങ്ങൾ ജീവിക്കുന്ന പോലെ ജീവിക്കാൻ എനിക്ക് തൗഫീഖ് നൽകണമേ, അതാണ് ചോദിക്കേണ്ടത്. അള്ളാഹിനോട് കറാമത്ത് തരണേ റബ്ബേ എന്നല്ല ചോദിക്കേണ്ടത്. കാരണം കറാമത്ത് തസ്കിയത്തുൻ നഫ്സ്, അവിടെ ഞാൻ ഇത്തിരി തരക്കേടില്ലല്ലോ എന്നുള്ള ചിന്ത വന്നു പോകുന്നതാണ്. സ്വാഭാവിക മനുഷ്യന്മാരല്ലേ, നമ്മൾ ചെയ്തപ്പോഴും ശരിയായല്ലോ, ഞാൻ തോരുന്നപ്പോഴാണല്ലോ ശരിയായി പോയത്, ഞാൻ അന്ന് റൂട്ട് കണ്ടപ്പോൾ ഒന്ന് മന്ത്രിശ്വതി കൊടുത്താണല്ലോ, അപ്പോഴല്ലേ മുപ്പരക്കാൻ ഷിഫായത്. ഇതൊന്നും അങ്ങനെയൊന്നുമില്ല. അള്ളാഹു അങ്ങനെ ചെയ്തു കൊടുത്തേക്കാം, പക്ഷെ നിങ്ങൾ അതിൻ്റെ പിന്നാലെ നടക്കരുത്. നിങ്ങളുടെ കറാമത്താ നിങ്ങളും പറയാൻ നിൽക്കണ്ട, അതെന്ത് ചെയ്യണ്ട, ആരോടും പ്രചരിപ്പിക്കാനും നിൽക്കണ്ട. അള്ളാഹിനോട് ഇസ്തിഖാമത്തിനെ ചോദിക്കിൻ, കറാമത്ത് അതിൻ്റെ വഴിക്ക് വന്നോളൂ. ഇസ്തിഖാമത്താണ് ഏറ്റവും വലിയ കറാമത്ത്. നിങ്ങൾ അതാണ് ചെയ്യേണ്ടത്. കറാമത്ത് എന്ന് പറയുന്നത് അഹംഭാവം വരും, ഞാൻ തരക്കേടില്ലല്ലോ എന്നുള്ള ചിന്ത വന്നു പോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മഹാനായ ഇബ്നുൽ ജൗസി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. സൂറത്തുർ റഹ്മാൻ പഠിപ്പിക്കുമ്പോൾ കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ, അല്ലാഹു എല്ലാ ദിവസവും അല്ല എല്ലാ സമയത്തും, ഫീ കുല്ലി ആനിൻ, യൗമ എന്ന് പറഞ്ഞ ദിവസം എന്നാ, പക്ഷെ അവിടെ ദിവസം എന്നല്ല അവിടെ കൊടുക്കേണ്ടത്. ഫീ കുല്ലി ലഹ്ളത്തിൻ വ ആനിൻ വഹീനിൻ, എല്ലാ സമയത്തും അല്ലാഹു തആല വളരെ ഗൗരവമായ ഒരു വിഷയം, അല്ലാഹു ഏത് സെക്കൻഡിലും അല്ലാഹു തആല വളരെ കനപ്പെട്ട ഒരു വിഷയം അല്ലാഹു ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ്.
അള്ളാഹുവിന് മഹത്തായ ചില കാര്യങ്ങൾ ഓരോ നേരത്തുമുണ്ട്, നടക്കുന്നുണ്ട്. ഇബ്നുൽ ജൗസി ഞങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ സദസ്സെന്ന് ഒരാൾ, ഒരു പ്രായമുള്ളൊരു പാവം മനുഷ്യൻ, ഉസ്താദേ ഒരു ചോദ്യം. എന്താ ചോദ്യം? കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ, ഏത് നേരവും ഏത് ദിവസത്തിലും അല്ലാഹുവിന് മഹത്തായ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ. ഫമാ ശഅനുല്ലാഹിൽ യൗം, ഇന്നിപ്പോ എന്തായിരിക്കും അള്ളാഹു ചെയ്യുന്ന ആ വിഷയം എന്ന് പറഞ്ഞെന്നാണ് എന്ന് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുക? ഇപ്പൊ എന്താ ഇപ്പൊ അള്ളാഹു ഈ നേരത്ത് ഇന്ന് നടക്കുന്ന ഏതെങ്കിലും ഒരു ഗൗരവമുള്ള വിഷയം ഉണ്ടോ എന്ന് പറഞ്ഞുതരാൻ? വലിയ മഹാനാണ്. മില്യൺ കണക്കിന്, ആയിരം എന്ന് പറഞ്ഞൂടെ, മില്യൺ കണക്കിന് പേജുകൾ വായിക്കുകയും എഴുതുകയും ചെയ്ത മഹാനാണ് ഇബ്നുൽ ജൗസി തങ്ങൾ. നാളെ പറഞ്ഞുതരാന്ന് പറഞ്ഞു. എന്തെങ്കിലുമൊക്കെ മറുപടി ഉണ്ടാവുമല്ലോ, നാളെ പറഞ്ഞുതരാന്ന് പറഞ്ഞു. നാളെയായി. മൂപ്പര് ആ ചോദ്യം തന്നെ ചോദിച്ചു. സൂറത്ത് തഫ്സീർ പോയിക്കൊണ്ടിരിക്കുക, എനിക്ക് നാളെ പറഞ്ഞുതരാം. 2 ദിവസമായി, 3ആയി, 4ാമത്തെ ദിവസമായി. അപ്പൊ ഒരു ബേജാറാണല്ലോ. ഒരു ആലിമിനെ സംബന്ധിച്ചിടത്തോളം അറിവില്ല എന്ന് പറയാൻ പ്രയാസം വരും. പക്ഷെ പ്രയാസം വരാൻ പാടില്ല എന്നാണ്. അതറിയാത്തത് അറിയില്ല എന്ന് തന്നെ പറയാലോ. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാമു ദാരിൽ ഹിജ്റ, മദീന കണ്ട ലോകപ്രശസ്തനായി, ലോകം കണ്ട പ്രഗത്ഭനായ ഇമാം, 50 മസ്അലകൾ ചോദിച്ചിട്ട് 40നും മറുപടി ലാ അദ്രി, എനിക്കറിയില്ല ചോദിച്ചു. അല്ല ഇമാം അവറുകളെ, നിങ്ങൾ ഈ ലോകപ്രശസ്തനായ ആലിമായിട്ട് 50 ചോദ്യത്തിൽ 40നും എനിക്കറിയില്ല എന്ന് മറുപടി പറഞ്ഞാൽ പിന്നെ ആരതിനൊക്കെ മറുപടി പറയാൻ? അതിനെ ആരെങ്കിലും നോക്കോ? അല്ലാതെ നരകത്ത് കൊണ്ടുപോകാൻ ഞാൻ റെഡിയല്ല, എനിക്ക് പോകാൻ ധൈര്യമല്ല എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. മാലിക് ഇമാം ഇബ്നുൽ ജൗസി വിഷമിച്ചു പോയി. 10,000-കണക്കിന് ജൂതന്മാർ മുസ്ലിമായിട്ടുണ്ട് ഇബ്നുൽ ജൗസിയുടെ വാല് കേട്ടിട്ട്. അബ്ദുറഹ്മാൻ ഇബ്നുൽ ജൗസി. അങ്ങനെ 4ാമത്തെ ദിവസം അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നം കണ്ടു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലിമീങ്ങൾക്ക് ആത്മീകമായ ബന്ധങ്ങളുണ്ട് എന്നതിൻ്റെ ഒരു അടയാളം ഇത് തന്നെയാണ്. റസൂലുള്ളാഹി തങ്ങളും ആത്മീകമായ ബന്ധം, നമ്മൾ മശായിഖന്മാരുമായി, നമ്മുടെ ഗുരുനാഥന്മാരുമായി മരണശേഷവും ജീവിച്ചിരിക്കുമ്പോഴും ഒരു തരത്തിലുള്ള ആത്മീക ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്ന ചില ആളുകൾക്ക് അല്ലാഹു അതിന് തൗഫീഖ് കൊടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ആളുകൾക്ക് തർബിയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന, മദീനത്തൊക്കെ പോയ ആളുകളുടെ അനുഭവം പറയുമ്പോൾ, ഞാൻ റസൂലുള്ളാഹിനെ ഇവിടെ റൗദയിൽ വെച്ച് ഇങ്ങനെ സ്വപ്നം കണ്ടു. അന്നേ ദിവസം തന്നെ 10,000-കണക്കിന് ആളുകൾ ഹബീബിനെ സ്വപ്നം കണ്ടിട്ടുണ്ടാവും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരോടൊക്കെ ഹബീബായ നബി ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. നമുക്കറിയാൻ പറ്റൂല. നിസ്കാരത്തിന്റെ കഥ പോലെ ഒരു ജമാഅത്ത് നിസ്കരിച്ചാലേ ഒരു സഫില് 40 ആൾ നിൽക്കുന്നുണ്ടെങ്കിൽ ഇപ്പുറത്തുള്ളവൻ്റെ നിസ്കാരം അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടാവും. നിസ്കരിക്കണ എൻ്റെ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടാവില്ല. ഇപ്പുറത്തുള്ളവൻ്റെ ഇത് മുഖത്തേക്ക് എറിഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ഇപ്പുറത്തുള്ളവൻ്റെ ഓക്കെ അങ്ങോട്ട് പോരെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പുറത്തുള്ളവൻ ഇഷ്ടം പോലെ കൂലി കൊടുത്തിട്ടുണ്ടാവും. ഒരൊറ്റ നിസ്കാരം ഒരു ജമാഅത്ത് സ്വീകരിച്ചതും സ്വീകരിക്കപ്പെടാത്തതും ഒക്കെ ആ കൂട്ടത്തിലുണ്ടാവില്ലേ? നമുക്കറിയില്ലല്ലോ ആരത് സ്വീകരിച്ചു, ആരത് സ്വീകരിക്കപ്പെട്ടില്ല. നമ്മളൊക്കെ അല്ലാഹ് സലാം വിട്ടി കഴിഞ്ഞല്ലോ, അൽഹംദുലില്ലാ നിസ്കരിച്ചു, ഇത്രേ നമ്മൾ പറയുള്ളൂ. അല്ലാഹ് സ്വീകരിച്ചോ നമുക്കറിയില്ല. നമ്മുടെ തൊട്ടിപ്പുറത്ത് നടക്കണം നമ്മൾ അറിയുന്നില്ലല്ലോ. ഹബീബായ നബി തങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന്. അതാണ് വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. ഹിക്മത്തും അല്ലാഹുവിൻ്റെ കിതാബും ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കാമെന്നവരാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹയാത്തിലും ഹബീബിൻ്റെ വഫാത്തിന് ശേഷവും ഒരുപാട് സംഭവങ്ങൾ അതിന് തെളിവാണ്. ഇബ്നുൽ ജൗസി തങ്ങൾക്ക് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു, പിന്നെ ഒരു ചോദ്യം വന്നിട്ട് നിങ്ങൾ വല്ലാത്ത വിഷമത്തിലാണല്ലേ? അതേ നബിയെ, ഉത്തരം കൊടുക്കാൻ പറ്റണില്ല. അതിന് ഉത്തരം ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇന്ന ലില്ലാഹി ഉമൂറൻ യുബ്ദീഹാ വലാ യബ്തദീഹാ യർഫഉ അഖ്വാമൻ വയഖ്ഫിദു ആഖരീൻ. ഇതാണ് ഇതിന്റെ ഉത്തരം. ആര് പറഞ്ഞു കൊടുത്തു? റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ചോദ്യം ചോദിച്ച ആളാരാ? ഒരു സാധു മനുഷ്യനാണ്. ഇന്ന ലില്ലാഹി ഉമൂറൻ യുബ്ദീഹാ വലാ യബ്തദീഹാ. അല്ലാഹുവിന്റെ ചില വിഷയങ്ങൾ
അള്ളാഹുവിൻ്റെ ഖൽഖ് എന്ന് പറയുന്ന സൃഷ്ടിപ്പുമായി ആ വസ്തുക്കളെ അള്ളാഹു ഉണ്ടാക്കുന്നുണ്ട്, ബന്ധിപ്പിക്കുന്നുണ്ട്. ആ നേരത്ത് അള്ളാഹു തുടങ്ങിപ്പടക്കാതെ അള്ളാഹുവിൻ്റെ ഖൽഖ് എന്ന വിശേഷണം ബന്ധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു ചെയ്യുന്നുണ്ട്. ഒരുപാട് ആളുകളെ അള്ളാഹു മേലോട്ട് അള്ളാഹുവിൻ്റെ സന്നിധാനത്തേക്ക് ഉന്നതങ്ങളിലേക്ക് അള്ളാഹു ഉയർത്തുന്നുണ്ട്, നല്ല സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നുണ്ട്. നല്ല സ്ഥാനമുള്ള ആളുകളെ അള്ളാഹു താഴ്ത്തിക്കളയുന്നുണ്ട്. കുറെ ആളുകൾക്ക് ഒരു ദിവസം കൊണ്ട് അള്ളാഹു നന്നാക്കി കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും. ഇമാം മഹദി തങ്ങളെ കുറിച്ചുള്ള ഹദീസുകളൊക്കെ അങ്ങനെയാണ്. ഇമാം മഹദി തങ്ങൾ ലോകത്തിന്റെ അമീറായി വരുമ്പോ, സുൽത്താനായി വരുമ്പോ, ഇമാം മഹദി തങ്ങൾ മഹദിയാണെന്ന് അവരറിയുന്നത് പോലും വളരെ ആകസ്മികമായൊരു സംഭവത്തിലായിരിക്കുന്ന. മഹദി ഇമാം ഒരിക്കലും വിചാരിക്കൂല ഞാൻ മഹദിയാണല്ലോ, ചെറുപ്പം മുതലേ അറിഞ്ഞിട്ടല്ല വരുന്നത് എന്നതിൻ്റെ അർത്ഥം. പേര് മുഹമ്മദ് എന്നായിരിക്കും, ഉപ്പാന്റെ പേര് അബ്ദുള്ള എന്നായിരിക്കും, അഹ്ലുബൈത്തിൽ നിന്ന് വരുന്ന ആളാണ്. ഇത്രയും നബി ഞങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരൊറ്റ രാത്രി കൊണ്ട് അല്ലാഹു തആല തസ്കീത്ത് കൊടുക്കുന്ന, ഒരു രാത്രി കൊണ്ടാണ് ഈ ഉമ്മത്തിന്റെ ഖലീഫയാകാനുള്ള യോഗ്യത അല്ലാഹു കൊടുക്കുന്നത്. 10 കൊല്ലം പഠിക്കുന്നു വേണ്ടതിന്. ചില ആളുകൾക്ക് അങ്ങനെ മതി, പെട്ടെന്ന് കൊടുക്കും. യുസ്ലിഹുല്ലാഹു ഫീ യൗമിൻ വലൈല. അള്ളാഹു ചില ആളുകളെ, ഒരുപാട് ആളുകളെ അള്ളാഹു ഉയർത്തുകയും ഒരുപാട് ആളുകളെ അള്ളാഹു താഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. വലിയ സന്തോഷമായി, ഉത്തരം കിട്ടിയല്ലോ. നമുക്ക് ഉത്തരം അറിയുമ്പോൾ ഭയങ്കര ആവേശമാണല്ലോ പറഞ്ഞു കൊടുക്കാൻ. അപ്പോൾ പിറ്റേന്ന് വന്ന് ഇബിൽ ചോദിച്ചു, ആ ചോദിച്ച ആളോടെ എണീറ്റ്, എന്തായിരുന്നു ചോദ്യം? ആ ചോദ്യമൊക്കെ ആവർത്തിച്ച മറുപടി ഉണ്ടല്ലോ കയ്യില്. അതിന് ഉത്തരല്ലേ വേണ്ടത്? ഇന്നലില്ലാഹി ഉമൂറൻ യുബ്ദീഹാ വലാ യബ്തദീഹാ യർഫഉ അഖ്വാമൻ വയഖ്ഫിദു ആഖരീൻ. ഇവർക്ക് മനസ്സിലായി അറബി പറഞ്ഞപ്പോൾ? മൂപ്പരെന്താ പറഞ്ഞെന്നറിയോ മറുപടി? അക്സിർ മിനസ്സലാത്തി വസ്സലാം അലാ മൻ അംബഅക ഹാദാ ഫിൽ മനാം. ഈ ഉത്തരം നിങ്ങൾക്ക് ആരാണോ സ്വപ്നത്തിൽ പറഞ്ഞു തന്നത് അവരുടെ മേൽ ധാരാളം സ്വലാത്തും സലാമും ചൊല്ലിക്കോളൂ ഉസ്താദേ. ആര്? ചോദിച്ചാള്. അപ്പൊ ചോദിച്ചാൾ ആരാ? സാധാരണക്കാരനല്ല. അക്സിർ മിനസ്സലാത്തി വസ്സലാം അലാ മൻ അംബഅക ഹാദാ ഫിൽ മനാം. ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് സ്വപ്നത്തിലൂടെ ഒരാൾ വന്ന് പറഞ്ഞു തന്നില്ലേ? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അക്സിർ മിനസ്സലാത്തി വസ്സലാം. ആ ഹബീബിന്റെ മേൽ സ്വലാത്തും സലാമും വർദ്ധിപ്പിച്ചേക്കണേ. എന്താ കഥ എന്നറിയോ? നമ്മൾ വിചാരിക്കാത്ത സാധുക്കളൊക്കെ അള്ളാന്റെ ഔലിയാക്കന്മാരുണ്ടാവും. നമ്മൾ കാഴ്ചയിൽ അവരൊന്നും ഈ മഹാന് സ്വപ്നത്തിൽ നബിതങ്ങൾ മറുപടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് മൂപ്പർക്ക് മനസ്സിലായി. അപ്പൊ എന്തായിരിക്കും ആ പവർ? ആരെയും ചെറുതായി കാണാൻ പാടില്ല. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ കറാമത്ത് ഇസ്തിഖാമത്താണ്. നേർവഴിയിൽ അല്ലാഹ് പറഞ്ഞ പോലെ ജീവിക്കുന്നുണ്ടോ? അതൊരു പക്ഷേ നമ്മളൊക്കെ അടിച്ചുപൊളിച്ച് ജീവിക്കുന്ന ചെറുക്കന്മാരെന്ന് വിചാരിക്കുന്ന ചെറുപ്പക്കാർ കുട്ടികളായിരിക്കും ചിലപ്പോൾ. അവരൊക്കെ പള്ളിക്ക് രാത്രിയിലോ തഹജ്ജുദോ നിസ്കാരമൊക്കെ ഉണ്ടായി അള്ളാഹുവിന് പൊട്ടിക്കരയുന്ന ആബിദീങ്ങളും ദിക്റും സ്വലാത്തുള്ള എത്രയോ ചെറുപ്പക്കാർ. ഓലിപ്പോൾ പാൻറ്റും കുപ്പായ കെട്ടടക്കും. നമ്മൾ വിചാരിക്കും ഇതൊക്കെ പോക്കാണ്. നമ്മളായിരിക്കും പോക്ക്. അവരൊക്കെ സ്വർഗത്തിലേക്ക് പോകുന്ന പോക്കാണ് അവരുടേത്. യാ അല്ലാഹ്. അല്ലാഹു തആല ആർക്കാണ് ഇസ്തിഖാമത്ത് കൊടുക്കുന്നത് പറയാൻ പറ്റും? നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. അത് ഇൽമുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയവുമല്ലെന്നാണ്. ഇൽമു വേണം, പക്ഷെ ഇസ്തിഖാമത്ത് അതിനപ്പുറത്തേക്ക് അല്ലാഹു നൽകുന്നൊരു സൗഭാഗ്യമാണ്. അതിനൊരു നറുമണമുണ്ട്, അതിനൊരു സൗരഭ്യമുണ്ട്. അക്സിർ മിനസ്സലാത്തി വസ്സലാം അലാ മൻ അംബഅക ഹാദാ ഫിൽ മനാം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇൽമിയായ തർബിയത്ത് കിട്ടുന്ന വിഷയങ്ങൾ, ആ വിഷയങ്ങൾ, ആ ആലിമീങ്ങളുമായി നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ അറിയാൻ കഴിയുന്ന സാധാരണക്കാർ, ആമീങ്ങൾ നമ്മൾ പറയില്ലേ. അതുകൊണ്ടാണ് നബിയുല്ലാഹി കലീമുല്ലാഹി മൂസ ഇബ്നു ഇമ്രാൻ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ കിതാബ് നൽകപ്പെട്ട നബിയാണ്. അല്ലാഹ് കിതാബ് കൊടുത്ത നബിയാണ് മൂസ നബി അലൈഹിസ്സലാം.
തൗറാത്തിലാണ് ഹുക്കുമുള്ളത്. തൗറാത്തിന് ശേഷം സബൂർ വന്നിട്ടുണ്ട്, ശേഷം ഇഞ്ചീൽ വന്നിട്ടുണ്ട്. എന്നാലും പ്രമാണ നിയമം തൗറാത്തിൻ്റെതാണ്. തൗറാത്തിലാണ് അഹ്കാമുകൾ അല്ലാഹു തആല വെച്ചത്. അതിൻ്റെയൊക്കെ വ്യാഖ്യാനങ്ങളോ അതിൻ്റെ ചെറിയ വകഭേദമോ ആണ് സബൂർ. സബൂർ അള്ളാഹുവിൻ്റെ മഹാമിദുകളാണ്, തസ്ബീഹുകളുടെ ഒരു സമാഹാരമാണ്. ഒരു കൂട്ടം അള്ളാഹുവിൻ്റെ തസ്ബീഹുകളാണ് സബൂറിലുള്ളത്. ഇഞ്ചീൽ തൗറാത്തിൻ്റെ ബാക്കിയാണ്, തൗറാത്തിൻ്റെ ശകലമാണ് ഇഞ്ചീലിൻ്റെ ഭാഗമായിട്ട് വരിക. അങ്ങനെ ആശയപരമായി നോക്കുമ്പോൾ രണ്ടും അള്ളാഹുവിൻ്റെ കിതാബ് തന്നെ. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇത്രയും പ്രമാണമായ ഒരു ഗ്രന്ഥം അല്ലാഹു നൽകിയ നബിയോട് അല്ലാഹു തആല പറഞ്ഞുവല്ലോ, മൂസ നബിയെ നിങ്ങൾ മജ്മഉൽ ബഹ്റൈൻ വരെ പോകണം. മജ്മഉൽ ബഹ്റൈൻ അഖബ ഉൾക്കടൽ കൂടിച്ചേരുന്ന ഭാഗം. ഷർമു ഷെയ്ഖ് എന്നൊക്കെ ഇന്ന് ഈജിപ്തുകാരെ വിളിക്കുന്ന ടൂറിസ്റ്റ് കേന്ദ്രമാണെന്ന്. അവിടെ എൻ്റെ അബ്ദൻ മിൻ ഇബാദിന ആതൈനാഹു മിൻ ലദുന്ന ഇൽമ, എൻ്റെ ഒരു ചെറിയ ദാസനുണ്ട് അവിടെ, ഇവരെ പോയി ഒന്ന് കണ്ടക്കീൻ. ആരോടെ പറയണ? വലിയ ഉസ്താദിനോട് പറയാ, അവിടെ ചെറിയൊരു സാധുണ്ട്, ഇവരെ പോയി കണ്ടക്കിന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? മൂസാ ബനു ഇസ്രായീൽ, മൂസാ നബി അലൈഹിസ്സലാം ഇസ്രായേൽ മക്കളിലേക്ക് നിയുക്തരായ അല്ലാഹുവിന്റെ റസൂലല്ലേ. അസ്സലാമു അലൈക്കും. മീനൊക്കെ ചാടിപ്പോയ കഥയൊക്കെ ഉണ്ടല്ലോ, ഉണങ്ങിയ മീനായിരുന്നു ആ മത്സ്യം. അത് സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച ഓതൽ സുന്നത്തുള്ള സൂറയിൽ നമ്മൾ ഓതിയില്ലേ? فارتدا على آثارهما قصصا فوجدا عبدا من عبادنا آتيناه رحمة من عندنا وعلمناه من لدنا علما. അല്ലാഹു റഹ്മത്ത് നൽകുകയും അല്ലാഹു ഇൽമു കൊടുക്കുകയും ചെയ്തവരെ. അള്ളാഹിന്റെ റഹ്മത്ത്. ഇൽമു പറയൽ വലിയ വിഷയമൊന്നുമല്ല, പക്ഷേ റബ്ബാനിയായ ഒരു ആലിമാവൽ അതൊരു വലിയ വിഷയമാണ്. 100 കുട്ടികളുടെ ദർസാണ്, ഈ 100-200 തേക്ക അതൊന്നല്ല വിഷയം. അത് നമുക്ക് കൊടകുന്നോ തമിഴ്നാട്ടിൽ നിന്നോ കർണാടകയിൽ നിന്നൊക്കെ ഇവിടെ കിട്ടുന്നില്ലെങ്കിൽ കൊണ്ടുവരാം. 100-200 തികക്കാം. പക്ഷേ ആ ഉസ്താദിൻ്റെ ക്വാളിറ്റി എന്താണ്? റബ്ബാനിയായ ഒരു ആലിമാണോ? ഇതാണ് വിഷയം. അത് 2 കുട്ടികളെ പഠിപ്പിച്ചാലും മതി. 10, 15, 20 എണ്ണം വിഷയമല്ല. പള്ളി കമ്മിറ്റിക്കാർക്കേ വിഷയമാവുള്ളൂ. നമ്മളൊക്കെ കമ്മിറ്റിക്കാർ പറയലാതാണല്ലോ, ഉദ്യോഗസ്ഥാനം വേണം, നമുക്കൊരു 30 കുട്ടികളും വേണം കേട്ടോ. അത് മാനം കാക്കാനാ, അതല്ല വിഷയം. നല്ലൊരു ഉസ്താദിനെ കിട്ടണം. കുട്ടികൾ നമുക്ക് കുറച്ചായാലും കുഴപ്പമില്ല. നല്ലൊരു ആലിമിനെ, റബ്ബാനിയായ ഒരു ആലിമിനെ കിട്ടണം. മഹാനായ ചെറുശ്ശേരിസ്ഥാനം നമ്മൾ അനുസ്മരിക്കുകയാണ്. ആബിദായൊരു, ഞങ്ങൾ കണ്ണുകൊണ്ട് കാണുകയാണുള്ളത്. ഉസ്താദിൻ്റെ കൂടെ വളരെ വർഷങ്ങൾ ഉസ്താദിൻ്റെ ജീവിതം കാണാൻ ഞങ്ങൾക്ക് അവസരമുണ്ടായി. ഭയങ്കര ഇബാദത്തും ദിക്റുകൾ, ആനന്ദത്തോടുകൂടെ ദിക്റ് ചൊല്ലുന്ന ആ വാതിൽ തുറന്നു വെച്ച് മഹാനവറുകൾ ദർസിന് പോവുകയാണെങ്കിൽ ആ ഒരു കിതാബൊക്കെ ഒന്ന് എടുത്തു. എത്ര ദർസ് നടത്തിയ കിതാബ് മനപ്പാടായിരിക്കും, എന്നാലും ഉസ്താദ് ഒന്ന് നോക്കും. ഉസ്താദ് പറയും, നമ്മൾ എത്ര പഠിച്ചതാണെങ്കിലും ദർസ് നടത്താൻ പോകുമ്പോൾ ഒന്നുകൂടെ മുതാല ചെയ്യണം, എന്നിട്ടേ പോകാവൂ കുട്ടികളടുത്തേക്ക്. ഒരു ദുഹായോ ഇഷ്റാഖ് നിസ്കാരോ ഉസ്താദ് നഷ്ടപ്പെടുന്നത് അവിടെ ദാറുദിയുള്ള കാലം ഞങ്ങൾ കണ്ടിട്ടില്ല. സുബ്ഹാനല്ലാഹ്, എത്ര നേരത്തെ എണീക്കും, എന്തൊരു ഇബാദത്ത്. പറയുന്നത് മുഴുവൻ ഇൽമ്, അതിൽ നർമ്മവും തമാശയുമുണ്ട്, പക്ഷേ അത് ഇൽമാണ്. അല്ലാഹു അങ്ങനത്തെ റബ്ബാനികളായ ആലിമീങ്ങൾ അല്ലാഹു നമുക്ക് നൽകട്ടെ. അതുകൊണ്ടാണ് ഇമാം മാലിക് എന്നവർ പറയുന്നത്, ലൈസൽ ഇൽമു, ഇൽമെന്ന് പറയുന്നത്, വിജ്ഞാനമെന്ന് പറയുന്നത് ഒരുപാട് ഹദീസുകൾ പറയലല്ല. വിജ്ഞാനമെന്ന് പറയുന്നത് ഒരുപാട് ഹദീസുകളോ ആയത്തുകളോ പറയലല്ല. അഹ്കാമുകളോ മസ്അലകള്, ഹലാലും ഹറാമും, അത് ഇന്ന കിതാബിൽ ഇന്ന പേജിൽ. അതൊക്കെ ഇച്ചിരി അഹങ്കാരം വരും അങ്ങനെയൊക്കെ പറയുമ്പോൾ. എനിക്കതൊക്കെ തിരിയുന്ന ആളാണെന്നല്ല. ഒന്ന് അത് ആവശ്യമുള്ളടുത്ത് പറഞ്ഞാൽ മതി. നമ്മളൊരു തെളിവ് പറഞ്ഞു കൊടുക്കുകയാണ്, അപ്പോൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഇന്ന സ്ഥലം ഒരു അങ്ങനല്ലോ ചില വിഷയങ്ങൾ ആവശ്യമില്ലാണ്ട് വെറുതെ അത് ഇന്ന കിതാബിൽ ഇത്ര മോളിൽ ഇത്ര പേജിൽ സംഭവം ഒരു സാധാരണ ഒരു വിഷയത്തെ പറയുന്ന വിഷയമായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഞാനൊക്കെ ഓതിയ ആളാണെന്ന് വരുത്താനൊരു തോന്നൽ വരൂലേ? അതൊക്കെ ഇന്നത്തെ സംവാദങ്ങളും ഒച്ചപ്പാടിലൊക്കെ ഉള്ള മിനിമം വിഷയം അതാണ്. അതുകൊണ്ടാണ് അതൊന്നും ഫലം കിട്ടാത്തത്. ഒക്കെ എല്ലാവരും ജയിച്ചു തക്ബീറല്ലി പോവാണ്, കാര്യം കിട്ടണില്ല. എന്തിന് ചെയ്യുന്നു എന്ന് ചിന്തിക്കണില്ല. എന്തിനാണ് ജയിക്കാനാണ് ചെയ്യണത്? അല്ല. ഇമാം ഷാഫി തങ്ങൾ സംവാദം ചെയ്തിട്ടുണ്ട്. ഇമാം ഷാഫി തങ്ങൾ സംവാദത്തിന് പോകുമ്പോൾ എന്താ പറയാന്നറിയോ? അല്ലാഹുമ്മ അരിനിൽ ഹഖ് അലാ യദൈ ഖസ്മി, പടച്ചവനെ എൻ്റെ പ്രതിയോഗിയുടെ, എൻ്റെ മറുപക്ഷത്തുള്ള ടീമിൻ്റെ കയ്യിനാൽ എനിക്ക് നീ സത്യം മനസ്സിലാക്കി തരണേ.
ഓരോ കയ്യിൽ സത്യം ഉണ്ട് എന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷെ അവരുടെ വാക്കുകളിൽ എൻ്റെ ഇൽമിലേക്ക് എന്തെങ്കിലും എനിക്കൊന്ന് ചിന്തിക്കാനോ പഠിക്കാനോ തിരുത്താനോ കൂടുതൽ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാനോ ഒരവസരം എനിക്ക് കിട്ടണേ. നമ്മളെന്താ പറയാ, മറ്റവനെ തോൽപ്പിക്കണേ ആമീൻ, അങ്ങനെയല്ല പോകേണ്ടത്. അവർക്ക് ബുദ്ധി കൊടുക്കാനും ഹിദായത്ത് കിട്ടാനും എന്തോ ആയിരിക്കും. അവർ സന്മാർഗത്തിലേക്ക് വരണം. ആ ഒരു ദുആയിൽ അല്ലാഹുമ്മ അരിനിൽ ഹഖ്ഖ അലാ യദൈ ഖസ്മി, അങ്ങനത്തെ ഒരു വിശാല മനസ്കത ഒരു ആലിമിന് കിട്ടുമോ? അങ്ങനെ കിട്ടണ്ടേ? അതല്ലേ ഇൽമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മഅറൂഫുൽ ഖർഖി എന്ന് പറയുന്ന തസൂഫിന്റെ ലോകത്തറിയപ്പെടുന്ന പ്രഗത്ഭനായ ആലിം, മഹാനായ മഅറൂഫുൽ ഖർഖി എന്നത് ഈ ഉമ്മത്തിന് ഗമാമ, മേഘം തണലിടുന്ന പോലെ അള്ളാഹുവിന്റെ അദാബിന് ഈ ഉമ്മത്തിന് തണലുണ്ടായിരുന്ന മഹാൻ എന്ന് ഇറാഖുകാർ പറയുന്ന പ്രഗത്ഭനായ ആലിമാണ് മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു തആല. മഹാനവറുകള് ദിജ്ലയുടെ ആ നദിയുടെ അരികത്തുകൂടെ പോകുന്ന ചരിത്ര സംഭവം നമ്മൾ അറിഞ്ഞതോ കേട്ടതോ പരിചയമുള്ളതൊക്കെ കേട്ടു മറന്നതൊക്കെ ആയിരിക്കാം. ദുആക്ക് ഉത്തരമാണ്, ചോദിച്ചാൽ ഉത്തരമാണ്. അള്ളാഹുവിനോട് ദുആ അപ്പം ഉത്തരം കിട്ടും. അങ്ങനത്തെ മഹാനാണ് അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി. വലിയ ആലിമാണ്. ചരിത്രത്തിലേക്ക് വരാം. അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളുടെ അരികത്ത് മഹാനായ മഅറൂഫ് തങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോ, മഅറൂഫ് എന്നവർക്ക് എന്താ വലിയ ഇൽമൊക്കെ ഭയങ്കര ഉണ്ടോ? നമ്മൾ പറയല്ലേ കിതാബ് തിരിയോ? ഈ കിതാബ് തിരിയോ എന്ന് പറഞ്ഞ ചോദ്യം അതൊരു ഒരല്പം അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ട്. താലിബ്യങ്ങളൊക്കെ ഉസ്താദുമാരൊക്കെ ഉള്ളതുകൊണ്ട് മനസ്സിലാവും ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത്. ഈ പറയണ എനിക്ക് തിരിയും, ഇന്ന പോലെയൊക്കെ തിരിയോ എന്നൊക്കെയാണ് അതിൽ ഒരർത്ഥം. അതാണ് അതിൻ്റെ ഒരു ആശയം. അതാണ് എനിക്ക് തിരിയും, ഒരു കിതാബ് തിരിയോ എന്ന്. ഈ കിതാബ് ലൈസൽ ഇൽമു ബികസറത്തി, മഹാനവർ ഉപയോഗിച്ചൊരു വാക്കുണ്ട്. ഇതിങ്ങനെ കുറെ പറയലല്ല ഇൽമെന്ന് പറയും. വലാകിന്നഹു നൂറുൻ യഖ്ദിഫുഹു അല്ലാഹു ഫിൽ ഖൽബ്, അള്ളാഹു ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന ഒരു പ്രകാശമാണ് പാണ്ഡിത്യം. എത്രയോ പുസ്തകം എഴുതിയാലും വലിയ വലിയ ദർശനം നടത്തിയവരൊക്കെ എത്ര കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ മഹാനായ ചെറുശ്ശേരി ഉസ്താദിനെയോ ഷംസുൽ ഉലമയെയോ കണ്ണിയത്ത് ഉസ്താദിനെയോ മഹത്തുക്കളായ നമ്മുടെ കൺമുമ്പിൽ ജീവിച്ചു പോയ മഹത്തുക്കളെ നമ്മൾ സ്നേഹത്തോടെ ഓർക്കുന്ന പോലെ ഓർക്കപ്പെടുന്നൊരു സാഹചര്യം എന്തുകൊണ്ടും ഉണ്ടായില്ല. ആ നൂറ് കിട്ടിയിട്ടില്ല എന്നതിൻ്റെ അർത്ഥം. നമ്മൾ അവരെ കുറ്റം പറയാം, അവർ മോശക്കാരൊന്നും അതിനർത്ഥല്ലേ? ഇതിനൊന്നും അർത്ഥമല്ല. ഇത് സിയാദത്തുൻ, അള്ളാഹു അവർക്ക് നൽകുന്ന നന്മയിൽ അള്ളാഹു നൽകുന്നൊരു വർധനവാണ്. മഅറൂഫ് തങ്ങളെ കുറിച്ച് ഒരാൾ വന്നിട്ട് പറഞ്ഞു അഹ്മദ് ഇബ്നു ഹംബൽ എന്നവരോട്. അഹ്മദ് ഇബ്നു ഹംബൽ ആരാ? 40,000 ഹദീസുകളുടെ സമാഹരണം അൽ മുസ്നദ് എന്ന് പറയുന്ന ഹദീസിന്റെ മൗസൂഅ, എൻസൈക്ലോപീഡിയ എന്നൊക്കെ പറയുന്നതിന് അത്രയും വലിയ ഹദീസ്. അതും 10-60,000 മശായിഖന്മാരിൽ നിന്ന് ഹദീസ് എഴുതി പഠിച്ച് 50,000 കിലോമീറ്റർ സഞ്ചരിച്ച് വലിയ ത്യാഗം ചെയ്ത ഹംബലി മദ്ഹബിന്റെ ഇമാമാണ് അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി. അവരോട് ചെന്നിട്ട് പറയണ ഒരാൾ വെറുതെ മുട്ടി കൊടുക്കുകയാണ്, അല്ലെ മഅറൂഫ് എന്നവർക്ക് വലിയ ഇൽമൊന്നും ഇല്ലല്ലോ അല്ലേ? വഹൽ യുറാദു മിനൽ ഇൽം ഇല്ലാ മാ വസല ഇലൈഹി മഅറൂഫ് റഹ്മത്തുള്ളാഹി അലൈഹി. അഹ്മദ് ഇമാം തങ്ങൾ കൊടുത്ത മറുപടി എന്താണെന്നറിയോ? അല്ല കുട്ടി, ഈ ഇൽമ എന്ന് പറഞ്ഞാൽ മഅറൂഫുൽ ഖർഖിക്ക് കിട്ടിയതല്ലേ ഇൽമ കൊണ്ട് കിട്ടേണ്ടത്? അതല്ലേ കിട്ടേണ്ടത്? അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയഭക്തി. വമാ വസല ഇലൈഹി ബിശ്റുൽ ഹാഫി, ബിശ്റുൽ ഹാഫിക്ക് കിട്ടിയത് ഇതല്ലേ ഇൽമ കൊണ്ട് കിട്ടേണ്ടത്? സൂക്ഷ്മത. അതല്ലേ സന്മാർഗത്തിൽ ജീവിച്ചതിന്റെ വെളിച്ചം. അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളുടെ മുമ്പിലേക്ക് ഒരു പെൺകുട്ടി വന്ന് വിചിത്രമായൊരു ചോദ്യം ചോദിച്ചു. ആ പെൺകുട്ടിയുടെ ചോദ്യം ഇതാണ്, അല്ല ശൈഖ് അവറുകളെ, ഞങ്ങൾ തുന്നുന്ന പെണ്ണുങ്ങളാ, ഞങ്ങളുടെ പണി തുന്നലാണ്. ബീഡി തിരക്കുന്ന പണിയൊക്കെ പണ്ട് ചെയ്തോളുണ്ട് പെണ്ണുങ്ങൾ. ഞങ്ങൾക്ക് തുന്നലാണ്, വസ്ത്രം നെയ്തെടുക്കലാണ് പണി. അപ്പൊ രാത്രി ഞങ്ങൾ തുന്നുന്ന നേരത്തെ ചിലപ്പോ അവിടുത്തെ റാഫിളി വിഭാഗക്കാർ, പിഴച്ച ഷിയാക്കളിലെ പിഴച്ച ഒരു വളരെ എക്സ്ട്രീമിസ്റ്റുകളായ ഒരു വളരെ പിഴച്ചുപോയൊരു വിഭാഗമാണ് റവാഫിളുകൾ. അവരുടെ എന്തൊക്കെയോ ഒച്ചപ്പാടും ബഹളവും ജാതിയൊക്കെ പോകുമ്പോ അവര് ചൂട്ട് കത്തിച്ചു പോകും ഞങ്ങളുടെ വീടിന്റെ അടുത്തുകൂടെ. അപ്പൊ ആ ചൂട്ട് കത്തിച്ചു പോകുമ്പോ വലിയ ജാതിയല്ലേ പോവുക, അതിന്റെ വെളിച്ചം ഞങ്ങളുടെ വീടിന്റെ മേലെ ഞങ്ങളിരുന്ന് നിലാവെളിച്ചത്തിൽ ഞങ്ങൾ നെയ്യുമ്പോ ഈ വെളിച്ചം കിട്ടുമ്പോ ഞങ്ങൾക്ക് തുന്നാൻ കുറച്ച് എളുപ്പാവലുണ്ട്. ഒരു വെളിച്ചം എക്സ്ട്രാ കിട്ടല്ലേ, വിളക്കില്ലല്ലോ. ഞങ്ങൾക്ക് ആ വെളിച്ചം ഉപയോഗിച്ച് തുന്നാൻ പാടുണ്ടോ? അത് ഞങ്ങൾക്ക് ഹലാലാവോ? ഇവര് തുന്നുന്നത് നിലാവെളിച്ചത്തിലാണ്. അല്ല, ഇടക്ക് കുറച്ച് എക്സ്ട്രാ വിളിച്ചത് അവരുടേതല്ലല്ലോ, അവര് കത്തിച്ചു വെച്ചതല്ലല്ലോ, ഈ റാഫിളുകളുടെ വെളിച്ചമല്ലേ. നമ്മളൊക്കെ ചോദിക്കാൻ, എന്താ ഓണത്തിന് വീട് തിന്നാൻ പറ്റുമോ?
അത് മൂക്ക് വയറ് നിറച്ച് തിന്നാൻ പറ്റുമോ, കുറച്ച് തിന്നാൻ പറ്റുമോ, ആ കേക്ക് തിന്നാൻ പറ്റുമോ, ഇത് പറ്റുമോ? നമ്മൾ വലിയ സംശയങ്ങളാണ് അതൊക്കെ. നമുക്ക് അതുപോലെ ഇപ്പോഴും തിരിഞ്ഞിട്ടില്ല, പറ്റുമോ പറ്റൂലെന്ന്. ഈ വെളിച്ചം സ്വീകരിക്കാൻ പറ്റുമെന്നാ ചോദ്യം. അപ്പം മഹാനായ അഹ്മദ് ബിൻ ഹംബൽ എന്നവര് ഇതൊരു വിചിത്രമായ ചോദ്യമല്ലേ. ഒരു പെങ്ങളതിന് മുമ്പ് വേറെ ചോദ്യം കൊടുത്തയച്ചിരുന്നു. പിന്നെ ഞങ്ങള് നിലാവെളിച്ചത്തിൽ തുന്നുന്ന കുപ്പായുണ്ട്, പിന്നെ സാധാരണ രാവിലെ തുന്നുന്ന കുപ്പായുണ്ട്. നമ്മളൊരു കസ്റ്റമറിന് ഇത് കൊടുക്കുമ്പോഴേ ഇത് ഞങ്ങൾ രാത്രി തുന്നിയതാണ് കേട്ടോ എന്നും ഇത് ഞങ്ങൾ പകല് തുന്നിയതാണെന്ന് വേർതിരിച്ചു പറഞ്ഞു കൊടുക്കേണ്ടതുണ്ടോ? കാരണം രാത്രിയാകുമ്പോൾ ഇച്ചിരി എന്തെങ്കിലുമൊക്കെ പെശക് വരാലോ, പകലിലെ വെളിച്ചം പോലെ ആവില്ലല്ലോ രാത്രി. മഹാൻ ചോദിച്ചു, അല്ല മോളെ, നിങ്ങൾ എവിടുന്ന, മിമ്മൻ അൻചി, നിങ്ങൾ ഏത് പരിന്നാ വരുന്നത് എന്ന് ചോദിച്ചു. ഉഖ്തു ബിശ്റുൽ ഹാഫി, ഞാൻ ബിശ്റുൽ ഹാഫിയുടെ പെങ്ങളാണെന്ന് പറഞ്ഞു. യാ അല്ലാഹ്, മിൻ ബൈതികും യത്ലഉൽ വറ, മിൻ ബൈതികും യത്ലഉൽ വറ, നിങ്ങളുടെ വീട്ടിൽ നിന്നാണ് സൂക്ഷ്മത പുറപ്പെടുന്നത്. മോളെ, നിങ്ങളത് സൂക്ഷിക്കണം കേട്ടോ, നിങ്ങൾക്കത് ജായിസല്ല, നിങ്ങൾക്കത് ജായിസല്ല. വേറുള്ളവർക്ക് ജായിസ് ആയിരിക്കാം, പക്ഷെ നിങ്ങളത് ചെയ്യേണ്ട മോളെ. ഇത്രത്തോളം സൂക്ഷ്മതയോ? നിങ്ങളുടെ വീട്ടിൽ നിന്നാണ് ഇത് വരുന്നത്, നിങ്ങളുടെ വീട്ടിൽ നിന്നാണ് ലോകം ഇത് പഠിക്കുന്നത്. മഹാനായ ബിശ്റുൽ ഹാഫി റഹ്മത്തുള്ളാഹി അലൈഹി അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞു, ഇൽമു കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതല്ലേ, അല്ലാതെ നമ്മൾ കുറേ ദീനി സ്ഥാപനങ്ങളും കുറേ കുട്ടികളും കുറേ ഒച്ചപ്പാടും കുറേ സമ്മേളനവും, ഇതാണോ ദീന് കൊണ്ട് ഉദ്ദേശിക്കുക? അതൊക്കെ ആവശ്യം തന്നെ. അതിൻ്റെയൊക്കെ ആകത്തുക എന്താണ്? അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കാനുള്ള ഒരു മനസ്സുണ്ടാവുകയും അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം ഉണ്ടാവുക. ഇതല്ലേ വിജ്ഞാനം കൊണ്ട് കിട്ടേണ്ടത്. അത് കിട്ടാണ്ട കുറെ തലകെട്ട് കിട്ടിയിടുന്നിട്ട് എന്താ കാര്യം? നമ്മുടെ ഇന്നത്തെ വിഷയം അതാണ്. തലപ്പാവോ കുപ്പായത്തിൻ്റെയോ കന്തൂറിൻ്റെ ഇതൊന്നല്ല വിഷയം. ജീവിതത്തിൽ വിശുദ്ധിയില്ലാതെ കുറെ കോലങ്ങളായി നടന്നിട്ട് എന്ത് കാര്യം? ഞാനിതൊരു ആത്മവിമർശനമായിട്ട് പറയാം. നിങ്ങൾ ആരും ഞാൻ എന്നെ ഉദ്ദേശിച്ച് പറയാമെന്ന് വിചാരിച്ചോളൂ. വിജ്ഞാനം കൊണ്ട് കിട്ടേണ്ടത് അതല്ലേ? അത് കിട്ടാണ്ട് കുറേ ഊതിപ്പടിക്കുന്നുണ്ട്, കുറേ മസാലകൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, കിതാബിന്റെ പേരറിയും, ഇന്ന വോളി, ഇന്ന പേജ്, ഇന്ന സ്ഥലം, ഇന്ന ആലിം ഒക്കെ അറിയും. പക്ഷേ ഒരു വിഷയം വരുമ്പോൾ ഹലാലും ഹറാമും നോക്കാൻ കഴിയുന്നില്ല, സൂക്ഷ്മത കഴിയുന്നില്ല. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖിയാമത്ത് നാളിൽ ഒരു വിഭാഗം ആളുകൾ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വരും. അവര് വരും ബിഅഅമാലിൻ കജിബാലി തിഹാമത ബൈളാ, തിഹാമ മലകളോളം ശുദ്ധമായ വെളുത്ത മലമലകളെ പോലെയുള്ള വലിയ വലിയ അമലുകള്. വലിയ അമൽ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഹജ്ജും ഒരുപാട് സ്വലാത്തും ഒരുപാട് ദിക്റും ഒരുപാട് ഉംറയും ഒരുപാട് സുന്നത്ത് നോമ്പും ഒരുപാട് സുന്നത്ത് നിസ്കാരവും, ഇങ്ങനെയൊക്കെ ഭയങ്കര അമല്. ഒരു വിഭാഗം ആളുകൾ വരുന്നുണ്ട്. യജ്അലുഹല്ലാഹു ഹബാഅൻ മൻസൂറാ. ഈ ഹദീസ് ഭയങ്കര പേടിപ്പെടുത്തുന്ന ഹദീസാണ്. നമുക്കൊന്നും പറയാൻ തന്നെ പേടിയാണ്. സൗബാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണത്. യജ്അലുഹല്ലാഹു ഹബാഅൻ മൻസൂറാ. അല്ലാഹു തആല മലകളോളം വരുന്ന ആ ഇബാദത്ത് മുഴുവനും അല്ലാഹു പൊടിയായി മാറ്റിക്കളയും, പൊടി പൊടിയാക്കി മാറ്റിക്കളയും. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, തങ്ങളോട് സൗബാൻ തങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, സിഫുഹും ലനാ വജല്ലിഹിം ലനാ ലിഅല്ലാ നകൂന മിൻഹും വനഹ്നു ലാ നഅലം. നബിയേ, അവരാരാണ്, ആരെ പറ്റിയാണ് അങ്ങ് ഉദ്ദേശിച്ചത് റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ഞങ്ങൾ അക്കൂട്ടരിൽ പെട്ടുപോകാതിരിക്കാനാണ് നബിയേ. ആരാണ് വലിയ അമലുകൾ ഉണ്ടായിട്ട് നാളെ രക്ഷപ്പെടാത്തവര്, നാളെ അല്ലാഹു പൊടി പൊടിയാക്കി കളയുമെന്ന് പറഞ്ഞവരാരാണ്? തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവരെ മറ്റാരുമല്ല, നിങ്ങളെപ്പോലെയുള്ള മുസ്ലിമീങ്ങൾ തന്നെയാണ്. നിങ്ങളെപ്പോലെ മുസ്ലിമായി നടക്കുന്നവർ തന്നെ. യഖുദൂന മിനൽ ലൈലി കമാ തഖുദൂൻ. രാത്രി നിങ്ങൾ നിസ്കരിക്കുന്ന പോലെ അവർക്ക് നിസ്കാരമുണ്ട്. നിങ്ങൾ ഓതുന്നതിലേറെ ഖുർആൻ അവർ ഓതുന്നുണ്ട്. വലാകിന്നഹും ഖൗമുൻ ഇദാ ഖലൗ ബിമഹാരിമില്ലാഹി ഇൻതഹകൂഹാ. പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, അവരെ തെറ്റ് ചെയ്യാൻ ആരും അറിയാതെ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ അത് ചെയ്യണമെന്ന് മനസ്സിൽ കൊണ്ടു നടന്ന ആളുകളാണ്. അവർ ചെയ്തിട്ടല്ല, ഒരു ചാൻസ് കിട്ടിയിട്ടില്ല. വ്യഭിചരിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു, നടന്നിട്ടില്ല. അത്ര വരെ വിഷയം. ഹറാമിന്റെ പൈസ കിട്ടിയാൽ അത് ഹലാലാക്കാൻ വകുപ്പുണ്ടായിരുന്നു, പക്ഷെ കിട്ടിയിട്ടില്ല, ലോട്ടറി അടിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒരു ലോട്ടറി ഹലാലാക്കി മാറ്റും. പലിശയുടെ പൈസ കിട്ടിയാൽ ഹലാലാക്കാൻ വകുപ്പുണ്ടായിരുന്നു, കിട്ടിയിട്ടില്ല. കിട്ടുകയായിരുന്നുവെങ്കിൽ ഇദാ ഖലൗ, ആരും അറിയാതെ
ഏതെങ്കിലും ഒരു തെറ്റിനവസരം കിട്ടുകയായിരുന്നുവെങ്കിൽ അവരാ തെറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനത്തെ മനസ്സുമായി നടന്ന ആളുകൾ എത്ര വലിയ അമലുമായി വന്നാലും അല്ലാഹു നാളെ സ്വീകരിക്കുകയില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. നമ്മളൊക്കെ പേടിക്കേണ്ട ഒരു ഹദീസാണത്. ഉണ്ടാവില്ലേ അങ്ങനെ ഒരു മനസ്സിൽ തിന്മയുടെ ഒരു ലാഞ്ചന വന്നു പോകുക. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. തെറ്റുകൾ സംഭവിക്കൂല എന്നല്ല പറഞ്ഞത്, തെറ്റുകൾ സംഭവിച്ചതിന് പെട്ടെന്ന് അല്ലാഹുവിലേക്ക് തൗബ ചെയ്യുക. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാനി തദക്കറൂ ഫഇദാ ഹും മുബ്സിറൂൻ. മുഅ്മിനീങ്ങളായ ആളുകളെ തെറ്റിലേക്കുള്ള ലാഞ്ചന വന്നു പോകുമ്പോൾ മനസ്സിനെ അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുന്നവരാണ്. മനസ്സിനെ അതിൽ നിന്ന് തിന്മയിൽ നിന്ന് പിടിച്ചു കൊണ്ടുവരുന്നവരാണ്. മസലുൽ മുഅ്മിനി വൽ ഈമാനി കമസലിൽ ഫറസി ഫീ ആഖിയതിഹി യജൂലുൽ ഫറസു സുമ്മ യർജിഉ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അബൂ യഅല തങ്ങളുടെ സ്വഹീഹിൽ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖിൽ നിന്ന് കേട്ടത്. തങ്ങൾ പറയുന്നു, മസലുൽ മുഅ്മിനി വൽ ഈമാൻ, മുഅ്മിനായ ഒരു മനുഷ്യന്റെയും ഈമാനിന്റെയും ഉദാഹരണം കമസലിൽ ഫറസി ഫീ ആഖിയതിഹി. ആഖിയത്ത് എന്ന് പറഞ്ഞാൽ കുതിരയെ കെട്ടിയിടുന്ന ഒരു ഇരുമ്പിന്റെ ഒരു സാധനത്തിന്, ഒരു ഇരുമ്പിന്റെ വടിയൊക്കെ അടിച്ചു വെച്ചിട്ട് കെട്ടിയിടൂലേ. മുഅ്മിനായ മനുഷ്യൻ ഒരു കയറുകൊണ്ട് ബന്ധിതമായ ഒരു കുതിരയെ പോലെയാണ്. യജൂലുൽ ഫറസ്, ആ കുതിര ഇങ്ങനെ ഒന്നിങ്ങനെ കറങ്ങും, പിന്നെ ആ കെട്ടിയിടത്തേക്ക് വരും. കണ്ടല്ലോ, പശുക്കളൊക്കെ കെട്ടിയിട്ടു ഒന്ന് മേയാനൊക്കെ പോയി ഒന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് കടിച്ച് പിന്നെ അങ്ങോട്ട് തിരിച്ചു വരും. മുഅ്മിനീങ്ങൾ അങ്ങനെയാണ്. അവര് ഈമാനിലേക്ക് ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും എപ്പോഴും. തെറ്റ് സംഭവിക്കൂല എന്നല്ല, സംഭവിക്കും, പക്ഷെ ഈമാനിലേക്ക് തിരിച്ചു വരും. അള്ളാഹു നമുക്കൊക്കെ പുറത്തു തരട്ടെ. അള്ളാഹു നമുക്ക് ഇസ്തിഖാമത്ത് എന്താണെന്ന് ബോധ്യപ്പെടുത്തി തരട്ടെ. ഇൽമു കൊണ്ട് കിട്ടേണ്ടത് വഹൽ യുറാദു മിനൽ ഇൽമി ഇല്ലാ മാ വസല ഇലൈഹി മഅറൂഫ്. ആയിരക്കണക്കിന് ഹദീസുകൾ മനപ്പാടമുണ്ടായിരുന്ന അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളായി പറഞ്ഞത്, അത്രയൊന്നും ഹദീസുകൾ മനപ്പാടമില്ല, വലിയ മുദരിസൊന്നുമല്ല. പക്ഷേ മഅറൂഫുൽ ഖർഖി തങ്ങള് നന്മയുടെ സുഗന്ധമാണ്, നേരിന്റെ നറുമണമാണ്. ടൈഗ്രീസ് നദീന്റെ അടുത്ത് കൂടെ പോവാൻ ആ ചരിത്രം നമ്മൾ തുടങ്ങാൻ പോയത്. ടൈഗ്രീസ് നദിയുടെ അരികത്തൂടെ അങ്ങനെ നടക്കുമ്പോ ഒരു കൂട്ടം ചെറുപ്പക്കാര് ആ നൗകയിൽ കള്ളുകുടിച്ച് മഗ്‌രിബ് നിസ്കരിക്കാതെ പാട്ടുപാടി ആനന്ദിച്ച് തിമർത്താടുകയാണ്. ആളുകളൊക്കെ പറഞ്ഞു, മഅറൂഫ് തങ്ങളല്ല കൂടുള്ളത്, കിട്ടിയ ചാൻസിൽ ദ്വാരെന്നാൽ പടച്ചോനെ ആ കുട്ടികളൊന്ന് മുക്കണേന്ന് പറഞ്ഞ ആ കപ്പൽ അവിടെ താഴും പറഞ്ഞാൽ മതി. അല്ലാഹുവിന് അങ്ങനെ ചില ആൾ ഇന്നലില്ലാഹി ഇബാദൻ ലൗ അറാദു അറാദല്ലാഹ് എന്ന് അലിമീങ്ങൾ പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ലൗ അഖ്സമ അലല്ലാഹി ലഅബറഹ്, പറഞ്ഞാൽ അല്ലാഹു ചെയ്തു കൊടുക്കും. അങ്ങനെയാണ് മഅറൂഫ് തങ്ങളെ കണ്ടില്ലേ, നമ്മുടെ നാട്ടിലെ കുട്ടികളാണ് പോണത്. ഈ മഗ്‌രിബ് നിസ്കരിക്കാതെ ഓലിപ്പോ വെള്ളത്തിലാണ്. ഇനിയിപ്പോ മഗ്‌രിബ് ഇശാ കഴിഞ്ഞിട്ടല്ലേ അവരെത്തുള്ളൂ, നിസ്കാരം വരില്ല. കള്ളു കുടിക്കുന്നവരുണ്ടാവും, കുറെ പാട്ടും കൂത്താട്ടും. ഈ കൂട്ടരങ്ങ് നശിച്ചു പോയാൽ നമ്മളെ നാട് നന്നായി ഉണ്ടാവില്ല. ഇപ്പൊ കൊണ്ടോട്ടിയാണെങ്കിലും കുറച്ച് വൃത്തികേടൊക്കെ എല്ലാ നാട്ടിലും ഉണ്ടാവില്ലേ. ഒരു വിഭാഗം, ഒരു കോക്കസ് ഉണ്ടാവും. ആ കുട്ടികൾ അങ്ങോട്ട് പോയാൽ ബാക്കി നമ്മളെ മഹല്ല് നന്നായി എന്നൊക്കെ പറയാൻ സങ്കല്പിക്കുക. ഇതാണ് വിഷയം. മഅറൂഫ് തങ്ങൾ പറഞ്ഞു, ഞാൻ ദുആയിരക്കാം അമ്മിനു, നമ്മളൊക്കെ അമ്മി പറഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും നമ്മളെ നാട് നന്നാവാൻ പോകട്ടോ, ഈ കുട്ടികളൊക്കെ അതപ്പം മരിക്കൂട്ടോ, ഒരു കൂട്ട നിലവിളി കേൾക്കാന്ന് പോലെ വിചാരിച്ചത്. മഅറൂഫ് തങ്ങൾ ഞാൻ ദ്വാരക്കുന്ന ആമീൻ പറഞ്ഞോളി, അവർക്ക് നടന്നു പോവാണ്. അമ്മിനു ആമീൻ പറയും. അല്ലാഹുമ്മ കമാ ഫർറഹ്തഹും ഫിദ്ദുനിയ ഫഫർരിഹും ഫിൽ ആഖിറഹ്. പടച്ചവനെ, ദുനിയാവിൽ അവരെ സന്തോഷിപ്പിച്ച പോലെ നാളെ പരലോകത്ത് നീ സന്തോഷിപ്പിക്കണേ. ചിലരൊക്കെ ഇതിന് ആമീൻ പറയണോ? എന്താണ് പറയേണ്ടത്? നാളെ പരലോകത്ത് സന്തോഷിപ്പിക്കണേ, അതിനർത്ഥം ഇവരെ നന്നാക്കണേ എന്നതിനർത്ഥം. അപ്പോഴല്ലേ നല്ല സന്തോഷിക്കാൻ പറ്റുള്ളൂ. ഈ കുട്ടികളെ നശിപ്പിക്കണേ എന്നല്ല പറയാ. എന്ത്? അവർക്ക് ഹിദായത്ത് കൊടുക്കല്ല. ചെറുപ്പക്കാരല്ലേ, ബോധമില്ലാത്തത് കൊണ്ടാണ്. ഈ സിനിമ ഇതും കണ്ട് നടക്കല്ലേ, വേറൊരു ലോകം അറിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അവർ വിചാരിക്കും ഈ തന്നെയാണ് ലോകം, അല്ലാഹുവെ നന്നാക്കി കൊടുക്ക് പടച്ചവനെന്ന്. ഇത് ലോക ചരിത്രത്തിലെ ഒരു അത്ഭുതമാണ്. മഅറൂഫ് തങ്ങളുടെ വലിയൊരു മെസ്സേജ്. ഒരു ആലിമിന്റെ മനസ്സിന്റെ വിശാലതയാണത്. ഭയങ്കരമായ വിശാലത, ഭയങ്കരമായ വിശാലത. ഈ യകും ഫീഹി ഖൈർ, ഖൈറുണ്ടോ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടോ ഉണ്ടായിക്കോട്ടെ. ഇല്ലേ, അള്ളാഹു തന്നെ കൊണ്ടുപോകുമല്ലോ. പിന്നെ എന്തിനാ നമ്മളതിന്റെ പിന്നാലെ?
ഇതിപ്പോൾ നമ്മൾ സംഘടനാപരമായി ചിന്തിക്കുന്ന സമയത്ത് ഒരു സങ്കുചിതത്വം ഒരു മനുഷ്യന്. ഇത് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, വിശാലമായൊരർത്ഥത്തിൽ, വിശാലമായ ഈ ഉമ്മത്തിലെ ആശ്രികളായ ആളുകളെ സംബന്ധിച്ച്, പാപികളായി ജീവിക്കുന്നവരെ കുറിച്ച്, ഇസ്ലാമിനെ സംബന്ധിച്ച് തെറി പറയുന്ന അമുസ്ലിമീങ്ങളായ ആളുകളെ കുറിച്ച് പോലും പണ്ഡിതന്മാരുടെ വീക്ഷണങ്ങളിൽ വ്യത്യാസമുണ്ടാവുന്നു. സാധാരണക്കാരെ പോലെ അവർ ചിന്തിക്കാൻ പാടില്ലെന്നാണ്. സാധാരണക്കാർക്ക് ആവേശം വേണ്ട. അതുകൊണ്ടാണ് മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവറുകൾ അന്ന് ഡിസംബർ 6 ബാബരി മസ്ജിദ് തകർന്ന ആ ദാരുണമായ സംഭവം നടന്നപ്പോഴേ കുഫു ഐദീകും വഖീമുസ് സ്വലാ, ആത്മസംയമനം പാലിക്കണം എന്ന് മഹാനായ തങ്ങൾ പ്രഖ്യാപിച്ചത്. അന്ന് പലർക്കും അത് പിടിച്ചിട്ടില്ലായിരുന്നു. ഇനിയിപ്പോൾ ഇത്രയും താരാട്ടുപാട്ടി ഉറക്കല്ലേ ആത്മസംയമനം പറഞ്ഞിട്ട് എന്ന്. പക്ഷെ ഒരു നേതാവ് അതല്ലേ പറയേണ്ടത് അവിടെ? അല്ല, നിങ്ങൾ അമ്പലം പോയി തകർത്തോളൂ എന്നാണ് പറയേണ്ടത്. ഏതോ ഒരു സ്റ്റേറ്റിൽ, UP യിൽ നടന്ന ഒരു വിഷയത്തിന് പകരം ഇവിടുത്തെ സ്നേഹത്തിലും സഹവർത്തത്തിലും ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കൂടെയുള്ള അന്യമതസ്ഥരായ ആളുകളെ കടന്നാക്രമിക്കാൻ അതൊരു ന്യായമാണോ? മഹാനായ തങ്ങളത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ചോരക്കളാകുമായിരുന്നില്ലേ നമ്മുടെ നാട്? പക്ഷെ പെട്ടെന്ന് ചെറുപ്പക്കാർക്ക് അത് പിടിക്കൂല, കളിയാക്കാൻ തോന്നും. ഓ, നിങ്ങൾ താരാട്ട് പാടല്ലേ, നിങ്ങളുടെ ഒരു വിശാല മനസ്സ്, നിങ്ങളതും പറഞ്ഞിരുന്നോളൂ. പക്ഷേ അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു ചിത്രം? നമ്മൾ ആലോചിച്ച് നോക്കും. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന് പറയുന്ന മുനാഫിക്കുകളുടെ നേതാവ്, അദ്ദേഹം മരിക്കുകയാണെന്ന വിവരം അഷ്റഫുൽ ഖൽഖ് തങ്ങളോട് വന്ന് പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം മരിക്കുകയാണ്. തങ്ങളെ ഉപദ്രവിച്ച ആളാണ്, തങ്ങളെ വേദനിപ്പിച്ച ആളാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹ്ലിനെ കുറിച്ച്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് ഒരു മനുഷ്യന് ചിന്തിക്കാൻ പോലും പാടില്ലാത്തത് പറഞ്ഞു വരത്തിയ ആളാണ്. നബിയെ, എൻ്റെ ഉപ്പ മരിക്കുകയാണ്. മകൻ വന്നു. മകൻ സുഹാബിയാണ്, അബ്ദുല്ലാഹിബിൻ അബ്ദുള്ള, ഒരു സുഹാബിയാണ്. വാപ്പാന്റെ പേര് അബ്ദുള്ളയാണ്, മകന്റെ പേര് അബ്ദുള്ള. മകൻ സുഹാബിയാണ്, അബ്ദുല്ലാഹിബിൻ അബ്ദുള്ള. പക്ഷെ വാപ്പ അബ്ദുല്ലാഹിബിൻ ഉബയ്യ് ഇബ്നു സലൂൽ മുനാഫിക്കുകളുടെ നേതാവാണ്. അല്ലാഹുവിന്റെ ഹബീബ് ചെന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ശത്രുവാണ്, മുനാഫിക്കിന്റെ നേതാവാണ്. നബിന്റെ പള്ളിക്ക് പകരം മുമ്പിൽ വേറെ പള്ളി ഉണ്ടാക്കിയ ആളാണ്. മസ്ജിദുൽ ഇറാറിന്റെ ജനറൽ സെക്രട്ടറിയാണ് മൂപ്പര്. അള്ളാഹുവിന്റെ റസൂൽ ചെന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ ഖമീസ് അഴിച്ചു കൊടുത്തു. മോനെ അബ്ദുള്ള, വാപ്പാക്ക് ഇടാൻ വേണ്ടി കൊടുക്ക്, ലഅല്ലല്ലാഹു യുഖഫിഫു അൻ, ഒരുപക്ഷെ അള്ളാഹുവിന്റെ അദാബ് എന്ന് വല്ല കുറവും കിട്ടിയാലോ. തങ്ങളുടെ ദേഹത്ത് തങ്ങൾ അണിഞ്ഞ കുപ്പായം ഈ മുനാഫിക്കിന്റെ നേതാവിന് അള്ളാഹു തആല അണിയാൻ വേണ്ടി കൊടുക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഫം പുടക്ക് കൊടുത്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾക്ക് പറഞ്ഞൂടെ, അൽഹംദുലില്ലാ, മരിച്ചില്ലേ, റാഹത്തായില്ലേ? ഇതല്ല തങ്ങൾ പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കണം ഹബീബിന്റെ വീക്ഷണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് തങ്ങൾ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. കാരണം പ്രത്യക്ഷത്തിൽ അയാൾ മുസ്ലിമായിട്ടാണ് കാണുക. മുനാഫിക്കുകളൊക്കെ അങ്ങനെയാണ്, പ്രത്യക്ഷത്തിൽ മുസ്ലിമാ, ഉള്ളിൽ കാഫിറാണ്. പ്രത്യക്ഷ നിയമങ്ങൾ അവർക്ക് ബാധകമാണ്. സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റും. എന്തേ? അവർ പ്രത്യക്ഷത്തിൽ നിസ്കാരത്തിനും ജുമാക്കൊക്കെ വരുന്നുണ്ടല്ലോ, അവർ മുസ്ലിം തന്നെയാണല്ലോ. പക്ഷെ ഉള്ളിന്റെ ഉള്ള അള്ളാഹല്ലേ അറിയുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് മയ്യത്ത് നിസ്കരിക്കാൻ വരെ തയ്യാറായി നിൽക്കുമ്പോഴാണ് ലാ തഖും അലാ ഖബ്രിഹി ലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദാ. അള്ളാഹിന്റെ ഓർഡർ വന്ന്, നബിയെ പറ്റൂല, മയ്യത്ത് നിസ്കരിക്കാൻ പറ്റൂല നബിയെ, നിങ്ങൾ ഇത്രയും സേവനവും സ്നേഹമൊക്കെ ചെയ്തില്ലേ, അവിടെ നിൽക്കട്ടെ, മയ്യത്ത് നിസ്കരിക്കാൻ പറ്റൂല, ആള് കാഫിറാ നബിയെ. അല്ലാഹു തആല ഹത്മൻ നബി തങ്ങളോട് ചെയ്യരുതെന്ന് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെങ്കിൽ നബി തങ്ങൾ പുറത്തു കൊടുക്കാൻ അള്ളാഹിനോട് ദുആ ഇറക്കുമായിരുന്നു. പക്ഷെ അള്ളാഹു സ്റ്റോപ്പ് ചെയ്തു, പാടില്ല, അതുകൊണ്ട് ചെയ്തില്ല സ്വല്ലല്ലാഹു. ഇതൊരു ശത്രുവിനോടുള്ള വീക്ഷണമാണ്. ഈ ദുന്യാവിൽ ജീവിക്കുമ്പോൾ മുഅ്മിനായ മനുഷ്യന് വേണ്ട ഈ മനസ്സിന്റെ ഒരു വിശാലത. നമ്മളെ എതിർക്കുന്നവരുണ്ടാകാം, അനുകൂലിക്കുന്നവരുണ്ടാകാം, ചീത്ത പറയുന്നവരുണ്ടാകാം, വാനോളം പുകഴ്ത്തുന്നവരുണ്ടാകാം. എല്ലാം അതത് ലെവലിൽ നിന്നുകൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വിശാല മനസ്സ്. എന്തെന്നറിയോ? നമ്മൾ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്. നമ്മൾ അള്ളാഹുവിന്റെ പ്രീതിയാണ് ഉദ്ദേശിക്കുന്നത്, അള്ളാഹുവിന്റെ പ്രതിഫലമാണ് ഉദ്ദേശിക്കുന്നത്, വേറെ ഒന്നുമല്ല. അള്ളാഹു നമ്മുടെ ഖൽബിലേക്ക് അങ്ങനെയുള്ള സദ് ചിന്ത അള്ളാഹു നമുക്ക് നൽകട്ടെ. സത്യവിശ്വാസി എന്ന് പറയുന്നത് മസലുഹു മുഅ്മിനായ മനുഷ്യന്റെ ഉദാഹരണം റസൂലുള്ളാഹി തങ്ങൾ പറയാ സ്വല്ലല്ലാഹു ഇന്ന മിനശ് ശജരി ശജറതൻ മസലുഹാ കമസലിൽ മുഅ്മിൻ ലാ തസ്ഖുതു വറഖുഹാ. ഇല പൊടിഞ്ഞു പോവാത്ത സത്യവിശ്വാസിയുടെ ഉദാഹരണം എന്ന് പറയാവുന്ന ഒരു മരമുണ്ട് കൂട്ടരെ മരങ്ങളിൽ. ആ മരമേതാണ്? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ എന്ന ഹബീബിന്റെ സ്വഹാബിയായും കൂട്ടുകാരനുമായ ഉമർ എന്നവരുടെ മകൻ സ്വഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അവരവിടെ ഉണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, ബാപ്പയും ഇവരും സ്വഹാബിയ, അവരുടെ ഇരിക്കുന്നുണ്ട്. തങ്ങൾ ചോദിച്ചു, ഏതാണ് ആ മരം? ഫവഖഅ അന്നാസു ഫീ ശജരിൽ ബവാദി.
ഈത്തപ്പനയാണെന്ന് ആര് തലയിലേക്ക് ആ നേരം ഓർമ്മ വന്നില്ല. എല്ലാവരും ഏതെങ്കിലും മലയോരത്തുള്ള മരമായിരിക്കോ, അത് ആ മുള്ളു ചെടിയായിരിക്കോ, ഇത് ഈ ചെടിയായിരിക്കോ, പലരും പലതും പറഞ്ഞു നോക്കി. ഇപ്പം അല്ല ഉത്തരല്ല, ശരിയായിട്ടില്ല. ഞങ്ങൾ പറഞ്ഞു ഇന്നഹൻ നഖ്ല, അത് ഈത്തപ്പനയാണ്. അപ്പൊ അവിടെ മുമ്പ് തന്നെ ഈത്തപ്പനുണ്ട്. നമ്മളെ തൊട്ട് മുമ്പിലുള്ള സംഭവം നമ്മൾ അങ്ങനെ ആലോചിക്കൂലല്ലോ. ഇന്നഹൻ നഖ്ല. അപ്പൊ ഉമർ തങ്ങൾ സദസ്സിലുണ്ടല്ലോ. മോൻ വന്ന് പറഞ്ഞു, പാപ്പാ അത് ഈത്തപ്പനയാണെന്ന് എനിക്കറിയായിരുന്നു കേട്ടോ, ഞാൻ പറഞ്ഞില്ല. എന്തേ മോനെ പറഞ്ഞ വാപ്പാക്കൊരു വെയിറ്റ് ആകുമായിരുന്നില്ലേ? അല്ല വാപ്പാ, വലിയ വലിയ മുതിർന്ന മഹാന്മാരൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ കയറി ഉത്തരം പറയുമ്പോൾ മോശല്ലേ, അതുകൊണ്ട് ഞാൻ മിണ്ടാണ്ടിരുന്നതാണ്. നോക്കണം അദബ്. സുബ്ഹാനല്ലാഹ്. തഅല്ലമുൽ അദബ ഖബ്ലൽ ഇൽം. ഇൽമ പഠിക്കുന്നതിന്റെ മുമ്പ് നിങ്ങൾ അദബാണ് പഠിക്കേണ്ടത് എന്ന് മഹാനായ മാലിക് തങ്ങളുടെ വചനമാണ്. തഅല്ലമുൽ അദബ ഖബ്ലൽ ഇൽം. ഇൽമൊക്കെ പഠിക്കണം, അതിന്റെ മുമ്പ് എന്ത് വരണം? അദബ് പഠിക്കണം. മുഅ്മിനായ മനുഷ്യന്റെ ഉദാഹരണമാണ് ഇത്. നാട്ടിലെ മുഅല്ലിമീങ്ങളെ കുറിച്ച്, മദ്രസ മുഅല്ലിമീങ്ങളെ കുറിച്ച് ഞാൻ ഓർത്തുപോകുന്ന ഒരു ഹദീസാണ്. മസലുഹാ കമസലിൽ മുഅ്മിൻ. ഈത്തപ്പനയാണ്. എന്താ ഈത്തപ്പന എന്നറിയോ? നമ്മൾ വെച്ച് തെങ്ങില്ലാത്തതുകൊണ്ട് അതല്ല, തെങ്ങും ഈത്തപ്പനയും വ്യത്യാസമുണ്ട്. ഈത്തപ്പനക്ക് കുറച്ച് വെള്ളം മതി. തെങ്ങിന് കുറച്ച് അത്യാവശ്യം വെള്ളം വളക്ക് കൊടുക്കണ്ടേ? കുറഞ്ഞ വെള്ളം. ഈത്തപ്പനക്ക് ഒരു പാട്ട വെള്ളം ഒരാഴ്ച കൊണ്ട് മൂപ്പര് പിടിച്ചു നിൽക്കും. മരുഭൂമിയിലെ ചൂട്, ഇല പൊഴിയാതെ പച്ചപ്പ് നഷ്ടപ്പെടാതെ നിൽക്കും. കടുത്ത ചൂട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 5 മിനിറ്റ് വെയിൽ കൊള്ളാൻ കഴിയില്ല, നമ്മൾ വീണ് തളർന്നു പോവും. ആ കടുത്ത ചൂട് മാസങ്ങളോളം അനുഭവിച്ചിട്ട് ഏറ്റവും മധുരമുള്ള പഴം, ലോകത്തെ ഏറ്റവും മധുരമുള്ള പഴമല്ലേ ഈത്തപ്പഴം, അതിനോളം മധുരമുള്ളവരുണ്ടാവോ? ആ മധുരമുള്ള പഴം തരുന്നു. കുറച്ച് വെള്ളം കുടിച്ച് ഒരുപാട് വെയിൽ കൊണ്ട് നല്ല മധുരമുള്ളത്. മുഅ്മിനിന്റെ ജീവിതം ഇങ്ങനെയാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വരുമാനം കുറവാണ്, ശമ്പളം കുറവാണ്, പക്ഷെ നമ്മുടെ മക്കൾക്ക് ദീൻ പഠിപ്പിക്കുന്നവരല്ലേ ഉസ്താദുമാർ. അതിനിടയ്ക്ക് നാട്ടുകാരെ വക ചീത്ത കേൾക്കണം, കമ്മിറ്റിക്കാരെ വക ആട്ടൽ കേൾക്കണം, നാട്ടുകാരെ വക വേറെന്തെങ്കിലും കേൾക്കണം. ഇതിലൊക്കെ കേട്ടിട്ട് അവസാനം 3500, 5000 റുപ്യ, 6000, 10,000 ഇവരൊക്കെ നല്ല ശമ്പളം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അല്ലാഹു ആലം. എന്തായാലും ഒരു ആവറേജ് ഒരു മനുഷ്യന് ജീവിച്ചു പോകാനുള്ള ശമ്പളം കൊടുക്കണില്ല. ശരിയാണ്. അവരാണെങ്കിലോ കടുത്ത ചൂടിൽ ഏറ്റവും നല്ല മധുരം തരുന്ന ഈത്തപ്പന പോലെ നമ്മുടെ മക്കൾക്ക് ദീനും ആഖിറല്ലേ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഏറ്റവും നല്ലത് വളരെ കുറഞ്ഞ വെള്ളം സ്വീകരിച്ചിട്ട്, കുറഞ്ഞ ശമ്പളം, കുറഞ്ഞ വേതനത്തിലും, എല്ലാവിധ ചുറ്റുപാടിന്റെ ചൂടും അനുഭവിച്ചിട്ട്. മുഅ്മിൻ ഇങ്ങനെയാണ്. പരിശുദ്ധ നബി ഞങ്ങൾ പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തെല്ലാം പരിസരത്ത് നമുക്ക് ചാലഞ്ചുകൾ, നമ്മുടെ മുമ്പിൽ വെല്ലുവിളികൾ ഉണ്ടായാലും എപ്പോഴും നന്മയും നല്ലതും ലോകത്തിന് സമ്മാനിക്കേണ്ടവരാണ് മുഅ്മിൻ. ആലിമീങ്ങൾ സത്യവിശ്വാസികളുടെ തലയിലെ നെറുകയിൽ നിൽക്കുന്ന കിരീടം പോലെയാണ്. അല്ലാഹു നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ ആലിമീങ്ങളിൽ, നമ്മുടെ സദാത്യങ്ങളിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ തലമുറകളിൽ ഇസ്തിഖാമത്തിന്റെയും ഈ നന്മയുടെയും സ്വഭാവം അല്ലാഹു കാണിച്ചു തരട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ വഖാതിമതനാ ഫിൽ ഉമൂരി കുല്ലിഹാ വഅജിർനാ മിൻ ഖിസിയി ദുനിയ വഅദാബിൽ ആഖിറ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ വലിവാലിദീനാ, അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ വലിമശായിഖിനാ, അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ വലിമൻ ലഹു ഹഖ്ഖുൻ അലൈനാ വലിദവീനാ. اللهم اغفر لنا ولمن غاب عنا. اللهم اغفر لنا وللمؤمنين جميعا. اللهم اغفر لأمة سيدنا محمد صلى الله عليه وسلم. اللهم ارحم أمة سيدنا محمد صلى الله عليه وسلم. اللهم تجاوز عن أمة سيدنا محمد صلى الله عليه وسلم. اللهم اجعلنا من خيار أمة سيدنا محمد صلى الله عليه وسلم. اللهم ارزقنا في الدنيا زيارته وفي المنام رؤيته وفي الدنيا زيارته مرارا في الآخرة شفاعته العظمى. اللهم احشرنا تحت ظل لوائه المعقود وادخلنا الجنة معه ومع الأنبياء ومع الأبرار. اللهم ارزقنا لذة النظر إلى وجهك يا رب العالمين. اللهم أنزل علينا من عندك سكينة. اللهم أنزل علينا من عندك رحمة واسعة. اللهم ارحمنا وارحم المسلمين جميعا. اللهم اجعل هذا البلد آمنا مطمئنا رخاء سخاء وسائر بلاد العالمين. آمين برحمتك يا أرحم الراحمين.